ജോയിസ് ടി വിയിലൂടെ ഞങ്ങളെ ശ്രദ്ധിക്കുന്ന എല്ലാവർക്കും യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ഞങ്ങളുടെ സ്നേഹവും വന്ദനവും അറിയിക്കുന്നു. എൻ്റെ പ്രിയപ്പെട്ട ദൈവമക്കളെ, നിങ്ങളെല്ലാവരും കർത്താവിൽ സന്തോഷമായിരിക്കുന്നു വിശ്വസിക്കുന്നു. കർത്താവ് നിങ്ങളെ ഓരോരുത്തരെയും ധാരാളം അനുഗ്രഹിക്കുമാറാകട്ടെ. ഞങ്ങളുടെ ചാനലിലൂടെ കടന്നു വരുന്നതായ ഓരോ സാക്ഷ്യങ്ങളും നിങ്ങളുടെ ഓരോരുത്തരെയും ആത്മീക ജീവിതത്തിൻ്റെ അനുഗ്രഹത്തിനും അഭിവൃദ്ധിക്കും കർത്താവിനോട് നിങ്ങളെ അത് അടുക്കുന്നതിന് മുഖാന്തരവുമായി തീരട്ടെ എന്ന് ഞങ്ങൾ കർത്താവിൽ ആശംസിക്കുന്നു. നിങ്ങൾക്കാർക്കെങ്കിലും നിങ്ങളുടേതായ സാക്ഷ്യങ്ങൾ ഞങ്ങളുടേതായ ചാനലിലൂടെ ഷെയർ ചെയ്യാൻ ആഗ്രഹമുണ്ടെങ്കിൽ ഞങ്ങളുടെ സ്ക്രീനിൽ കാണുന്നതായ ഈ നമ്പറിൽ ഞങ്ങളെ കോൺടാക്റ്റ് ചെയ്യുക. ഇന്ന് നമ്മോടൊപ്പം അനുഗ്രഹിക്കപ്പെട്ടതായ ഒരു കർത്താവിൻ്റെ ദാസിയാണ് തൻ്റെ ജീവിതത്തിൻ്റെ അനുഭവത്തെ ഷെയർ ചെയ്യേണ്ടതിന് കടന്നു വന്നിരിക്കുന്നത്. ആ പ്രിയ കർത്താവിൻ്റെ ദാസിയെ ജോയിസ് ടി വിയിലേക്ക് ഞങ്ങൾ ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. ആമേൻ. പ്രൈസ് ലോർഡ്. ദേവദാസി, എന്തുകൊണ്ട് കർത്താവിൽ സന്തോഷമായിരിക്കുന്നുവോ? ദൈവം ധാരാളമായി അനുഗ്രഹിക്കട്ടെ. സന്തോഷമായിട്ടിരിക്കുന്നു, അല്ലെങ്കിൽ ബ്ലസ്ഡ് എന്ന് മാത്രം പറയാം കർത്താവിൽ. ഓക്കെ. ജീവിതത്തിന്റെ അനുഭവങ്ങളിലേക്ക് കടക്കുന്നതിന് മുന്നമേ തന്നെ നമുക്ക് ദൈവസന്നിധിയിൽ ഒന്ന് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ. സ്തോത്രം, സ്തോത്രം. പരിശുദ്ധ കർത്താവേ, നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നപ്പാ, വാഴ്ത്തുന്നപ്പാ. ഞങ്ങളുടെ മഹാസാന്നിധ്യം ദൈവം ഞങ്ങളോട് കൂടെ ഇരിക്കുന്നതിനായി സ്തോത്രം. കർത്താവേ, ദൈവം നടത്തിയ വിധങ്ങളും വഴികളും ഹല്ലേലൂയ കർത്താവിൻ്റെ ആ മഹിമയൊക്കെയും പ്രസ്താവിപ്പാൻ കർത്താവിൻ്റെ ദാസ്യ ദൈവം കൂട്ടിവരുത്തതിനായി സ്തോത്രം. വായോടും നാവോടും പരിശുദ്ധാത്മാവ് കൂടെ ഇരിക്കണം. ഈ സാക്ഷ്യം അനേകരുടെ ജീവിതത്തിൽ അനുഗ്രഹവും ആശ്വാസവുമായി മാറുവാൻ കർത്താവിൻ്റെ നാമം ഇതിലൂടെ ഉയർത്തപ്പെടുവാൻ ദൈവം സഹായിച്ചാട്ടാ. കർത്താവെ, ഞങ്ങൾ അല്പസമയം കൂടെ പാദപീഠത്തിലിരിക്കുന്നു. കർത്താവിൻ്റെ സാന്നിധ്യത്തിൽ ഞങ്ങളെ ഇരുത്തിയാട്ട് യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ. ഹല്ലേലൂയ. ആമേൻ. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. ദേവദാസി, ഇനിയുള്ള സമയം ഞാൻ ദേവദാസിക്ക് തരികയാണ്. ജീവിതാനുഭവം ഷെയർ ചെയ്യാവുന്നതാണ്. ഓക്കെ. പ്രൈസ് ദി ലോർഡ്. ഒരമ്മ തന്റെ കുഞ്ഞിനെ മറക്കുമോ? ഒരു സ്ത്രീ തന്റെ കുഞ്ഞിനെ മറക്കുമോ? താൻ പ്രസവിച്ച മകനോട് കരുണ കാണിക്കാതെ ഇരിക്കുമോ? അവൻ മറന്നു കളഞ്ഞാലും ഞാൻ നിന്നെ മറക്കുകയില്ല. ദൈവത്തിന്റെ ഈ വാക്യം വചനത്തിലൂടെ ഒരിക്കലും മാറ്റമില്ലാത്തത് നമ്മുടെ വായിലൂടെ പ്രസ്താവിപ്പാൻ സ്വർഗത്തിൽ എന്നേക്ക് സ്ഥിരമായിരിക്കുന്ന ഈ വചനം നമുക്ക് തന്ന ദൈവത്തെ സ്തുതിച്ചുകൊണ്ടും വാഴ്ത്തിക്കൊണ്ടും സർവ്വലോകത്തിന്റെയും രാജാവും എന്റെ ദൈവവും നമ്മുടെ കർത്താവുമായ ദൈവം വാഴ്ത്തപ്പെടുമാറാകട്ടെ എന്ന ദൈവത്തെ സ്തുതിച്ചുകൊണ്ട് ഞാൻ ഈ ഒരു എപ്പിസോഡിലേക്ക് എനിക്ക് ഇൻവൈറ്റേഷൻ തന്ന ജോയ്സ് ആന്റിയോട് ഉള്ള നന്ദി അറിയിച്ചുകൊണ്ട് പ്രവേശിക്കട്ടെ. കർത്താവ് നടത്തിയ വിധങ്ങളെ അറിയിക്കുവാൻ ദൈവം തന്ന ഈ നല്ല അവസരത്തിന് ദൈവത്തിന് തന്നെ ഞാൻ മഹത്വം കരറ്റുകയാണ്. ദൈവിക മഹത്വം നമ്മളിൽ ഇല്ലെങ്കിൽ, ആ ദൈവ സാന്നിധ്യം നമ്മുടെ കൂടെ ഇല്ലെങ്കിൽ നമ്മൾ ഒന്നുമല്ല. ആകയാൽ കർത്താവിന്റെ ആ ഒരു ശബ്ദം കേൾക്കാൻ ഒരു അർഹതയും ഇല്ലാതെ ഇരുന്ന ഇടത്ത് നമ്മെയും വിളിച്ചു വേർതിരിപ്പാൻ ദൈവത്തിന് കരുണ തോന്നിയല്ലോ. അത് എത്ര മനോഹരവും എത്ര ഉചിതവും എത്ര വർണ്ണിപ്പാൻ കഴിയാത്തതുമായ ഒരു കാര്യമാണെന്ന് ഞാൻ ദൈവത്തിൽ വിശ്വസിച്ച് നിങ്ങളോട് സംസാരിപ്പാൻ ആഗ്രഹിക്കുന്നു. ആന്റിക്ക് എന്തെങ്കിലും ചോദിക്കാനുണ്ടെങ്കിൽ ചോദിക്കാം. എൻ്റെ ചെറുപ്പം മുതലുള്ള കാര്യങ്ങളിലേക്ക് ഞാൻ അങ്ങ് പ്രവേശിക്കുകയാണ്. കർത്താവ് തന്റെ വചനം ദൈവമേ ബലഹീനമായതിനെയും കുലഹീനമായതിനെയും പോഷത്വമായതിനെയും ഒക്കെയാണ് ദൈവം തെരഞ്ഞെടുത്തത്. ഒരിക്കലും ദൈവത്തിന്റെ സന്നിധിയിൽ ആരും പ്രശംസിക്കാതിരിക്കേണ്ടതിന് തന്നെ എന്ന് പറഞ്ഞാണ് ദൈവം നമ്മെ തിരഞ്ഞെടുത്തത്. ആ തിരഞ്ഞെടുപ്പിനെ ഓർത്ത് അത് കൊരിന്ത്യർ ലേഖനത്തിൽ അങ്ങനെ പറയുമ്പോൾ തന്നെ എഫെസ്യ ലേഖനത്തിൽ 1-ാം അധ്യായത്തിൽ തന്നെ പറയുന്നു, ലോക സ്ഥാപനത്തിന് മുൻപേ ഞാൻ നിന്നെ കണ്ടിരുന്നു. സ്തോത്രം. എത്ര വലിയ നമ്മൾ ആരെങ്കിലും വിചാരിച്ചോ നമ്മുടെ അമ്മയുടെ ഉദരത്തിലായിരുന്നതിന് മുമ്പേ, മാതാപിതാക്കൾ അറിയുന്നതിന് മുമ്പേ നമ്മെ കർത്താവ് കണ്ടിരുന്നെന്ന് നമ്മൾ ആരും ചിന്തിച്ചിട്ട് പോലും ഇല്ലാത്ത കാര്യമാണ്. എന്നാൽ പിന്നീട് നമ്മൾ പഠിച്ചു വരുമ്പോൾ പറയുക, ലോക സ്ഥാപനത്തിന് മുമ്പേ. ഞങ്ങൾ ദൈവവചനം പഠിക്കുമ്പോഴേ ഞങ്ങളോട് പറയുന്നുണ്ട്, ഫാസ്റ്റ് ആയിട്ട് പോകുന്ന ഫ്ലൈറ്റിനെക്കാട്ടിലും വേഗത്തില് അനേകര് നരകത്തിലേക്ക് വലിച്ചെറിയപ്പെട്ടുകൊണ്ടിരിക്കുന്നത് കണ്ടുകൊണ്ട് പിതാവായ ദൈവം ലോകസ്ഥാപനത്തിന് മുമ്പേ ചിലതിനെ വലിച്ചെടുത്ത് ആ നരകത്തിൽ പോകാതെ വണ്ണം സ്വർഗത്തിലേക്ക് ഉള്ള പ്രവേശനത്തിന് വേണ്ടി വേഗം വലിച്ചെടുക്കുന്ന ഒരു അനുഭവം. അതിനകത്ത് പെട്ടെന്ന് എടുക്കുന്നതിനിടയിൽ കുറച്ചെണ്ണം കിട്ടും, കുറച്ചെണ്ണം കിട്ടാതെ പോകുന്നു. ഇന്ന് ദൈവവചനം കേൾക്കുന്ന എത്ര പേരിലാണ് അത് പരിവർത്തിച്ചു വരുന്നത്? ഒരുപക്ഷെ നമ്മുടെയും കൂടെ കുറ്റങ്ങളും കുറവുകളും കാണും. കാരണം കാവൽക്കാരാ രാത്രി എന്താ എന്ന് ചോദിക്കുമ്പോൾ മറുപടി കൊടുക്കേണ്ടത് നമ്മളാ. തെരഞ്ഞെടുത്തതിന് ദൈവത്തിന് ഒരു ഉദ്ദേശമുണ്ട്. ആ ഉദ്ദേശത്തിന്റെ ആ ഫലത്തിലേക്ക് നമ്മൾ വന്നില്ല എങ്കിൽ
അവരുടെ രക്തം നമ്മളോട് ചോദിക്കുമെന്നാണ് ദൈവത്തിന്റെ വചനം പറയുന്നത്. ആകയാൽ നമുക്ക് കർത്താവിൽ ആശ്രയിക്കാം. ദൈവം നമ്മളെ കൊണ്ട് തിരഞ്ഞെടുത്തതിന്റെ ഉദ്ദേശം എന്താണെന്നുള്ളതിലേക്ക്, ആ ഒരു ഫോക്കസിലേക്ക് നമുക്ക് നടക്കാമെന്ന് ഞാൻ പൂർണ്ണമായും വിശ്വസിക്കുന്നു. ഈ യേശു അല്ലാതെ ഒരു ദൈവമില്ല. സകല നാമത്തിനും മേലായ നാമം യേശുവിന്റെ നാമമാണ്. അത് ആകാശത്തിനും ഭൂമിക്കും മീതെ ഉന്നത നാമമാണ്. രക്ഷയുടെ ഏക നാമമാണ്. ഇതൊക്കെ തിരിച്ചറിയുവാൻ ദൈവം ഏഴയായ അടിയനും ഭാഗ്യം തന്നു. എൻ്റെ ഈ സാക്ഷ്യം കേൾക്കുമ്പോൾ ഞാൻ വിശ്വസിക്കുന്നത്, ഒരവസരം ദൈവം തന്നാലേ അത് വെറുതെ ആയി പോകരുത്. ഈ സാക്ഷ്യം കേൾക്കുന്ന അനേകരിലേക്ക് ഈ യേശു ആരാണെന്നൊന്ന് ചിന്തിക്കാൻ, ഈ യേശുവിനെ എനിക്കും വേണമെന്നൊന്ന് ഏറ്റു പറഞ്ഞ് അടുത്തു വരുവാൻ ഒക്കെ അവരെയും ദൈവം പ്രോത്സാഹിപ്പിക്കണം. അല്ലെങ്കിൽ ഒരു ഉത്തേജനം കർത്താവിന്റെ പരിശുദ്ധാത്മാവ് കൊടുക്കണം. ഞാൻ അതാണ് ആഗ്രഹിക്കുന്നത്. അല്ലാതെ മറ്റൊരു രീതിയിൽ നമ്മൾക്ക് അല്പസമയം സ്പെൻഡ് ചെയ്യാൻ വേണ്ടി മാത്രമായിട്ടുള്ള ഒരു അവസരമല്ല ഇത്. കർത്താവിന്റെ വലിയ കരുണ. 71 സങ്കീർത്തനം ശരിക്കും ഞാൻ പലപ്പോഴും വായിക്കുന്ന, അല്ലെങ്കിൽ എന്നെ ടച്ച് ചെയ്തിട്ടുള്ള ഒരു വചനമാണല്ലോ. അതിന്റെ ആ 5-ാം വാക്യം, യഹോവയായ കർത്താവേ, നീ എൻ്റെ പ്രത്യാശയാകുന്നു. ബാല്യം മുതൽ എൻ്റെ ആശ്രയം തന്നെ. ഗർഭം മുതൽ നീ എന്നെ താങ്ങിയിരിക്കുന്നു. എൻ്റെ അമ്മയുടെ ഉദരത്തിൽ നിന്നും എന്നെ എടുത്ത നീ തന്നെ. എൻ്റെ സ്തുതി എപ്പോഴും നിന്നെ കുറിച്ചാകുന്നു. അതിന്റെ തുടർന്നുള്ള വാക്യങ്ങൾ ഇനിയും നമുക്ക് വരേണ്ടത്. ഞാൻ പലർക്കും ഒരു അത്ഭുത വിഷയമാണ്, അല്ലേ? അങ്ങനെ കർത്താവിന് വേണ്ടി നിൽക്കുവാൻ, ബലമുള്ള ആ സങ്കേതത്തിലൊന്ന് ആശ്രയിക്കുവാൻ നമുക്കും തന്ന ഭാഗ്യത്തെ ഓർത്ത് ഞാൻ സ്തോത്രം ചെയ്യുന്നു. ഞങ്ങള് ആക്ച്വലി ഒരു കാത്തലിക് ബാക്ക്ഗ്രൗണ്ടിൽ, എൻ്റെ പേരൻസ്, പിതാവ് MJ സിറിയക്ക്, മാതാവ് മേരിക്കുട്ടി സിറിയക്ക്, നെടുങ്കുന്നം, കറുകച്ചാലിനടുത്ത് നെടുങ്കുന്നം എന്ന സ്ഥലത്താണ് എൻ്റെ വീട്. ഞാൻ കാത്തലിക് ചർച്ചിലായിരുന്നു പോയിക്കൊണ്ടിരുന്നത്. നല്ല ഭക്തിയോടെ തന്നെ, ഒന്നും മിസ് ചെയ്യാതെ, പ്രാർത്ഥനയൊന്നും കുറയാതെ ഉള്ള ഒരു നല്ല ഭവനത്തിൽ പ്രാർത്ഥിക്കാൻ പഠിപ്പിച്ച മാതാവിനെയൊക്കെ ഞാൻ ഇപ്പോഴും ഓർക്കുന്നു. എന്നാൽ യഥാർത്ഥ സത്യത്തിലേക്ക് ഇന്നും അവർക്ക് വരാൻ കഴിയാത്തതിൽ ഓർത്തൊരു ദുഃഖമുണ്ട്. പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നു. എൻ്റെ ഹസ്ബൻഡ് സോമി മാത്യു, അദ്ദേഹത്തിന്റെ വീട് മണിമലയാണ്. അവരുടെയും ബാക്ക്ഗ്രൗണ്ട് അങ്ങനെ തന്നെ നിൽക്കുന്നു. 93 ഞങ്ങളുടെ മാരേജ് കഴിഞ്ഞു. ആ സമയത്തും കുടുംബമായിട്ട് ആലോചിച്ച ആ കാര്യങ്ങളൊക്കെ ദൈവം നടത്തി. നല്ല നല്ല ഭവനം, 2 ഭവനങ്ങളിലും ഒരു പ്രയാസങ്ങളില്ല, പ്രശ്നങ്ങളില്ല, ഒന്നിനും ഇതില്ല. എന്നാൽ എൻ്റെ ഹസ്ബൻഡ് നേവിയിലാണ് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പം കല്യാണം കഴിഞ്ഞതും മുതൽ പലപ്പോഴും ഇങ്ങനെ ട്രാൻസ്ഫറും നേവി ആണെന്നുള്ള ഇതിലൊരു യാത്രയും ഒക്കെ ആയിരുന്നു. അങ്ങനെ ഞങ്ങൾക്ക് ലാസ്റ്റ് സർവീസ് കൊച്ചിയിലായിരിക്കുമ്പോൾ, ഇനി കൊച്ചിയിൽ പറ്റില്ല എന്നുള്ള ഒരു ഇത് വന്ന് 5 വർഷം സൗത്തിലായിരുന്നു. അതിന് ശേഷം അവിടെ ഇരിക്കാൻ പാടില്ല എന്നുള്ള ഒരു റൂളുണ്ട്. അതുകൊണ്ട് മുംബൈയിലേക്ക് ട്രാൻസ്ഫർ വന്നു. എന്നാൽ മുംബൈയിലേക്ക് പോകാൻ ഞങ്ങൾക്ക് വലിയ താല്പര്യമൊന്നുമില്ലായിരുന്നു ആ സമയത്ത്. ബിക്കോസ് ഞങ്ങൾക്ക് അധികം വർഷം ഇനിയില്ല. എന്നാൽ പിന്നെ എത്രയും പെട്ടെന്ന് ഇവിടെ എവിടെയെങ്കിലും സെറ്റിലായി മക്കളെയൊക്കെ പഠിപ്പിച്ച് അങ്ങനെ പോകാമെന്ന ഞങ്ങളുടെ മാനസിക പ്ലാനുകളെയെല്ലാം, മണിമല തന്നെ വീട് വെക്കാം എന്നെല്ലാം ഞാൻ ആഗ്രഹിച്ചു. പല വിധത്തിൽ ഞങ്ങൾ ട്രൈ ചെയ്തെങ്കിലും ഒന്നിലേക്ക് റീച്ച് ചെയ്യാൻ സാധിച്ചില്ല. അത് ഞങ്ങൾക്ക് അറിയില്ല എന്തായിരുന്നു അന്നത്തെ പ്ലാൻ എന്നൊന്നും. അന്നൊന്നും നമുക്ക് ഇത്രയൊന്നും ആ ദൈവഹിതം എന്താണെന്ന് തിരിച്ചറിയാനോ അങ്ങനെയുള്ള ഒരു ഇതിലേക്കൊന്നും വന്നില്ല. എന്നാൽ സ്വർഗസ്ഥനായ ദൈവത്തിന് ഞങ്ങളെക്കുറിച്ച് വലിയ പ്ലാനും വലിയ പദ്ധതികളും ഉണ്ടായിരുന്നു എന്നുള്ളതാണ് അതിൻ്റെ സത്യം. ഞങ്ങളവിടെ ചെന്നിറങ്ങുമ്പോൾ തന്നെ ഒരു ഫ്രണ്ട്, സോഞ്ചാൻ്റെ കൂടെ നേരത്തെ ഉണ്ടായിരുന്ന ഒരാൾ അവിടുന്ന് വിശാഖപട്ടണത്തേക്ക് ട്രാൻസ്ഫർ പോവുകയാണ്. അദ്ദേഹം ഇങ്ങോട്ട് പറഞ്ഞു, പെന്തക്കോസ്തുകാർ ഈ ഏരിയയിലൊക്കെ വന്ന് പ്രയറിനൊക്കെ വിളിക്കും, നീ പോകരുതെന്ന് പറഞ്ഞു. അപ്പം ഞങ്ങൾ വിചാരിച്ചു, ഞങ്ങളോട് ഇത് പറയേണ്ട ആവശ്യം എന്താ, ഞങ്ങൾ അത് അങ്ങനെയുള്ള ആൾക്കാരുമായിട്ട് ഒരു അനക്കം ഇല്ലല്ലോ എന്ന് വിചാരിച്ചു. എന്നാൽ കൊച്ചിയിലിരിക്കുമ്പം ഞാൻ പിന്നെ ക്വാർട്ടേഴ്സ് കിട്ടുന്നിടം വരെ റെന്റിന് താമസിക്കുന്ന സമയത്ത് ചില ആൻറ്റിമാർ വന്ന് കടന്നു പോയിട്ടുണ്ട്. ഞങ്ങളുടെ അവിടെ TPM ആണെന്ന് തോന്നുന്നു. ട്രാക്റ്റുകൾ തരുകയും എന്നെ കൊണ്ട് ബൈബിൾ എടുത്ത് വായിപ്പിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ കുഞ്ഞു കുട്ടികളായതുകൊണ്ട് നമുക്ക് സമയമൊന്നുമില്ല ഇവരുമായിട്ട് സ്പെൻഡ് ചെയ്യാൻ. എങ്കിലും അവർ ഒരു ബൈബിളാണല്ലോ, വചനമാണ്. വചനം എന്നെ ഭയങ്കര ബാല്യം മുതൽ, ഞാൻ ആ വചനം അതാണ് പറയുന്നത്, യഹോവയായ കർത്താവേ, നീ എൻ്റെ പ്രത്യാശ, ബാല്യം മുതൽ എൻ്റെ ആശ്രയം നീ തന്നെ. ഈ കാത്തലിക്സിൽ ഇരിക്കുമ്പോഴും ഞാൻ എന്തിന് വിഷമിക്കുമോ അല്ലെ എന്താവശ്യമുണ്ടോ അവിടെ എല്ലാ ദിവസവും ബൈബിൾ വായിക്കുന്ന ഒരു സ്വഭാവം ഉള്ളത് കൊണ്ട് കർത്താവ് ആ വചനത്തിൽ കൂടി എന്നോട് ഇടപെടുകയും എന്നെ ആശ്വസിപ്പിക്കുകയും എന്നെ നടത്തുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ എനിക്ക് ഈ ബൈബിൾ വചനം എന്നൊക്കെ പറയുമ്പം നിരാകരിക്കാൻ പറ്റാത്തതുകൊണ്ട് അപ്പോൾ അവരെന്നോട് പറയും, മോള് വരച്ചൊക്കെ ഇട്ടിട്ടുണ്ടല്ലോ, വായിക്കുന്നൊക്കെ ഉണ്ടല്ലേ എന്നൊക്കെ പറയുമായിരുന്നു. എന്നാൽ ഞാനത് വലിയ കാര്യമായിട്ട് എടുത്തില്ല. അന്നും എനിക്ക് ആ സത്യത്തെ ഗ്രഹിക്കാൻ കഴിഞ്ഞിട്ടില്ല. എന്നാൽ എൻ്റെ മാരേജിന് മുമ്പ് ഞങ്ങൾ നെടുങ്കുന്നത്ത് സെൻറ്റ് ജോൺസ് ഫൊറാന പള്ളിയിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്.
അവിടെ ഈ എല്ലാ ദുഃഖ വെള്ളിയാഴ്ചയും യേശുവിനെ ക്രൂശിൽ നിന്ന് എടുത്ത് പെട്ടിക്കകത്ത് വെച്ച് നഗരി കാണിക്കൽ എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ നടക്കും. അതുപോലെ പെരുന്നാളൊക്കെ വരുമ്പം ഈ രൂപക്കൂട് എടുത്ത് പ്രദക്ഷിണമാണെന്ന് പറഞ്ഞ് പോകും. അപ്പോൾ അന്നേരം എല്ലാം എന്നെ ഭയങ്കരമായിട്ട് എൻ്റെ ഉള്ളിൽ നിന്നൊരു ചോദ്യം ഉയരും. ഈ യേശയ്യാവിൻ്റെ പുസ്തകത്തിൽ, ഇരമ്യാവിൻ്റെ പുസ്തകത്തിലൊക്കെ പറഞ്ഞിട്ടുണ്ടല്ലോ, ഈ വിഗ്രഹങ്ങളെ ഉണ്ടാക്കുന്ന ഒരു തടി മുറിച്ച് അത് പിന്നെ തീ കത്തിക്കുന്നു, ഫർണിച്ചർ ഉണ്ടാക്കുന്നു, ബാക്കി വരുന്നത് തീ കത്തിക്കുന്നു. അതുപോലെ നിങ്ങൾ അതുകൊണ്ട് വിഗ്രഹം ഉണ്ടാക്കുന്നു. പിന്നെ സങ്കീർത്തനത്തിൽ അത് പറയുന്നു, അതിന് കണ്ണുണ്ടെങ്കിലും കാണുന്നില്ല, ചെവി ഉണ്ടെങ്കിലും കേൾക്കുന്നില്ല, അതിന് മൂക്കുണ്ടെങ്കിലും മണക്കുന്നില്ല, അതിനെ നിങ്ങളോടൊന്നും ചെയ്യാൻ കഴിയത്തില്ല. ഇപ്പം ഇതൊക്കെ വായിച്ചിട്ടുള്ളത് കൊണ്ട് ഞാൻ ഓർക്കും, ഇതെന്തിനാ ഇതും പൊക്കി നടക്കുന്നത്, ഇത് തെറ്റല്ലേ? പിന്നെ ആവർത്തന പുസ്തകത്തിലും പുറപ്പാട് പുസ്തകം 20 ഒക്കെ പറയുന്നുണ്ടല്ലോ, ഞങ്ങളെ 10 കൽപ്പനകളും പഠിപ്പിച്ച് കുർബാന കൈക്കൊള്ളപ്പാടെന്ന് പറഞ്ഞ ഹോളി കമ്മ്യൂണിയനും ഒക്കെ ചെയ്യുമ്പോഴും ഇതെല്ലാം ഞങ്ങൾ പഠിച്ചെങ്കിലേ പറ്റുള്ളൂ. അതൊക്കെ പഠിച്ചിട്ടുണ്ടെങ്കിലും ഈ ഒരു വിഗ്രഹം ഉണ്ടാക്കരുത്, അതിനെ ആരാധിക്കരുത്, അതിനെ വണങ്ങരുത്, ഞാൻ നിന്റെ ദൈവമായ യഹോവയാകുന്നു, ഇങ്ങനെയൊക്കെയുള്ള കൽപ്പന, അത് ഞാൻ പലപ്പോഴും ചിന്തിച്ചിട്ടുണ്ട്. ഇതെല്ലാം പറഞ്ഞിട്ട് നമ്മൾ ഈ വിഗ്രഹത്തിന്റെ മുമ്പിലല്ലേ നിൽക്കുന്നത് എന്നൊക്കെ ചിന്തിച്ചിട്ടുണ്ട്. പക്ഷെ എന്നാലും എക്സാക്ട് ഒരു കാര്യത്തിലേക്ക് വരാൻ കഴിഞ്ഞില്ല. മാതാപിതാക്കൾ കാണിച്ച ആ മാതൃകയിലെ ഭക്തിയോടെ തന്നെ അതിൽ നിലനിൽക്കുവാൻ ദൈവമേ ഞങ്ങളെയും സഹായിച്ചിട്ടുണ്ട്. എന്നാൽ പരിശുദ്ധാത്മാവ് പിന്നീട് ഇങ്ങനെയുള്ള വഴികളിലേക്ക് നമ്മളെ ഇങ്ങനെ ആ ഹൃദയത്തിൽ ഒരു മനസാക്ഷിയോട് ഉത്തേജനം തന്നെങ്കിലും അതിൻ്റെ ആ കറക്റ്റ് വേയിലേക്ക് കൊണ്ടുവരാൻ ദൈവത്തിന് ഒരു സമയമുണ്ട്. ഇന്നും ഞാൻ പറയുകയാണ്, നാം വിശ്വാസത്തിലായി ദൈവമക്കളായി എങ്കിൽ പോലും നമ്മളിൽ ഇനിയും റീച്ച് ചെയ്യാനും ദൈവിക പദ്ധതിക്ക് ഒത്തവണ്ണമായി തീരാനും ഒരുപാട് കാര്യങ്ങൾ കിടക്കുക. പക്ഷെ നമുക്ക് പെട്ടെന്ന് ഇൻസ്റ്റന്റ് ആയിട്ട് പലതിനും നമ്മൾ പ്രതീക്ഷിക്കുന്നത് കൊണ്ട് നമ്മൾ പലപ്പോഴും എന്തിലേക്ക് പോകുന്നു? പിറുവിലുപ്പിലേക്ക് പോകുന്നു, വേദനകളിലേക്ക് പോകുന്നു, നിരാശകളിലേക്ക് പോകുന്നു. ദൈവത്തിന് അവിടെ പ്രവർത്തിക്കാൻ കഴിയത്തില്ല. എന്നാൽ ഒരുവൻ ക്രിസ്തുവിലായാൽ അവൻ പുതിയ സൃഷ്ടി, പഴയതൊന്നും അവനെ ബാധിക്കത്തില്ല. അങ്ങനെ ബാധിക്കാതിരിക്കണമെങ്കിൽ നമ്മൾ ഒരു പ്രാവശ്യം കൊണ്ടല്ല, ദിനം തോറും നമ്മൾ യേശുവിൽ മരിക്കുന്നവരായിരിക്കണം. ക്രിസ്തുവിനോട് ചേരുകയാണ് നമ്മൾ സ്നാനമേൽക്കുമ്പോൾ. നിങ്ങൾ ആത്മാവ് കൊണ്ട് പ്രാർത്ഥിച്ച് ജഡത്തിന്റെ പ്രവൃത്തികളെ, ആത്മാവിനെ അനുസരിച്ച് നടക്കുവാണ്, എന്നിട്ട് ജഡത്തിന്റെ പ്രവൃത്തികളെ മരിപ്പിക്കണമെന്നാണ് ദൈവത്തിന്റെ വചനം പറയുന്നത്. ആ ജഡത്തിന്റെ പോലെ ആഗ്രഹങ്ങൾ നമ്മൾ പിന്നെയും പൊങ്ങിപ്പോയി. ലോകത്തിലായിരുന്നപ്പോഴത്തെ ആഘോഷങ്ങള്, സന്തോഷങ്ങള്, ഗെറ്റ് ടുഗദറുകള്, അതിലെ എൻജോയ്മെന്റ് ഏതൊക്കെയായിരുന്നു, അതൊക്കെ പിന്നെ ഓർക്കാനും ഒക്കെ ഒരു മനുഷ്യനല്ലേ, അവൻ അതൊക്കെ പിന്നെയും വരും. എന്നാലേ നാം ക്രിസ്തുവിൽ ഇരിക്കുന്നെങ്കിൽ, ക്രിസ്തുവിന്റെ മരണത്തോട് ഏകീഭവിക്കുന്നുവെങ്കിൽ, ആ ക്രിസ്തുവിൽ തന്നെ ആ പുനരുത്ഥാനത്തിന്റെ ശക്തി, ആ യേശുവിന്റെ കഷ്ടാനുഭവങ്ങളിലും കൂട്ടായ്മകളിലും ഒക്കെ നമ്മൾ പങ്കാളികളായിക്കൊണ്ടാണ് നാം ക്രിസ്തുവിലേക്ക് ആകുന്നത്. അതൊക്കെ പിന്നീട് കൂടുതലായിട്ട് മനസ്സിലാകുന്നത്. എന്നാൽ ഇങ്ങനെ ബോംബെയിൽ വെച്ചിട്ട് ഞങ്ങൾ ആ വന്ന വഴിയും കൂടെ പറയാം. സ്വർഗത്തിലെ ദൈവം ഞങ്ങളെ ടച്ച് ചെയ്യുവാനുള്ള കാരണം ഇങ്ങനെ പറഞ്ഞുവെങ്കിൽ ഞങ്ങൾ പോയില്ല. എന്നാൽ ഞങ്ങൾ കൊച്ചിയിലിരിക്കുമ്പോഴൊക്കെ ഒരുപാട് സ്വർണം ഞങ്ങളുടെ വെറുതെ മാറിപ്പോകുമായിരുന്നു. എൻ്റെ കൊച്ചുമോളായിരുന്നു, അവളുടേത് കൈകൾ കിടക്കുന്നത് മാലയെ ഒക്കെ പോകും. എൻ്റേതും അങ്ങനെ ബോംബെ വന്ന് ഫസ്റ്റ് മാസിന് പോകുന്ന അന്ന് തന്നെ എൻ്റെ മാല അങ്ങ് പോയി. ടാക്സിയിൽ അങ്ങോട്ട് പോയി തിരിച്ചു വന്നു. പക്ഷെ എവിടെ ഇത് മിസ്സായെന്ന് അറിയത്തില്ല. വളരെ ടൈറ്റായിട്ടൊക്കെ ആയിരുന്നു ഇട്ടിരുന്നത്. എങ്ങനെ അപ്പം ഞങ്ങളുടെ സ്വർണ്ണങ്ങൾ പോകുമ്പോഴൊക്കെ അങ്ങനെയാ, ഒന്നും ഞങ്ങൾക്ക് അറിയത്തില്ല. നമ്മൾ ശ്രദ്ധിക്കാഞ്ഞിട്ടല്ല എന്നുള്ളത് നമുക്ക് നന്നായിട്ട് അറിയാം. പക്ഷെ എവിടെയോ ഇത് മൺമറയുന്നുണ്ട്. എന്നാൽ ഞങ്ങൾക്ക് അന്നേരം ഒന്നും പിടികിട്ടിയില്ല. സോറി, ഞാൻ ആരെയും ഇതാക്കാനല്ല, എൻ്റെ അനുഭവമാണ് ഞാൻ പറയുന്നത്. ദൈവം എന്നെ നടത്തിയത്, അല്ലെങ്കിൽ ഓരോരുത്തരെയും ദൈവത്തിന് ഉപയോഗിക്കണമെങ്കിൽ അതിൻ്റെതായ ചില ശുദ്ധീകരണങ്ങളും ചെത്തുകളും പണികളും ഒക്കെ ഉണ്ട്. അത് പലർക്കും പല വിധത്തിലാണ്. അത് അങ്ങനെ ദൈവം നടത്തിയെന്നായിരിക്കും. ആദ്യകാലങ്ങളിലൊന്നും നമുക്കത് മനസ്സിലാകത്തില്ല. അത് കഴിഞ്ഞ് ഇങ്ങനെ പറഞ്ഞ് ഞങ്ങൾ മാസിന് തന്നെ പോയി വന്നു. അതിനുശേഷം ആ പുള്ളി തന്നെ പറഞ്ഞു, ഇവിടെ ഒരു ഡിനോമിനേഷൻ വ്യത്യാസമില്ലാതെ മർത്തോമാക്കാര് കത്തോലിക്കരും എല്ലാമായിട്ടൊരു മീറ്റിംഗ് ഉണ്ട്, അതിന് നീ പോകാമെങ്കിൽ പോകണമെന്ന് പറഞ്ഞു. ഞങ്ങൾ ജസ്റ്റ് ഒരു പ്രാവശ്യം പോയി നോക്കി. അപ്പോൾ ഞങ്ങൾക്ക് ഒട്ടും സാറ്റിസ്ഫാക്ഷൻ തോന്നിയില്ല. കുറേ പുസ്തകങ്ങൾ ഇങ്ങനെ തുറക്കുന്നു, അത് വായിക്കുന്നു, നമുക്കൊരു ആത്മസ്ഥാനത്തൊന്നും ലഭിച്ചില്ല. ഒറ്റ പ്രാവശ്യമേ പോയുള്ളൂ, അത് പൂർത്തിയാക്കാൻ പോലും ഇരിക്കാതെ ഞങ്ങൾ ഇവിടുന്ന് പോന്നു. എന്നാൽ പിന്നെയും കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ ഈ പെന്തക്കോസ്തുകാരിലെ ഒരാൾ തന്നെ ഞങ്ങളെ വിളിക്കാനിടയായി. ഇവിടെ എല്ലാ ട്യൂസ്ഡേയിലും ഒരു മീറ്റിംഗ് ഉണ്ട്, നീ വരണമെന്ന് പറഞ്ഞു. അപ്പോൾ അദ്ദേഹം നല്ലൊരു ഫ്രണ്ടായിരുന്നു സോൻചാൻ്റെത്. അപ്പോൾ അത് കാരണം ഒത്തിരി പ്രാവശ്യം നേവിയിലെ ഒത്തിരി ഫ്രണ്ട്സ് പലയിടങ്ങളിൽ ഇവർ ഒന്നിച്ച് വർക്കൊക്കെ ചെയ്യുന്നത് കൊണ്ട് അങ്ങനെ ഒരു അടുപ്പമുള്ളതുള്ളൂ. പല പ്രാവശ്യം വിളിച്ചപ്പോൾ ഞങ്ങൾ ഒറ്റ പ്രാവശ്യം ഒന്ന് പോകാനിടയായി. അങ്ങനെ പോകുമ്പം ദൈവത്തിൻ്റെ
പരിശുദ്ധാത്മാവ് ഞങ്ങളോട് ആദ്യത്തെ ദിവസം തന്നെ ഇടപെടാനായിട്ട് ഇടയായി. പരിശുദ്ധാത്മാവ് തന്നെ ഞങ്ങളിൽ പരിവർത്തനങ്ങൾ നടത്തുവാനിടയായി. കേൾക്കുന്ന വചനം ഞങ്ങളോട് തന്നെ സംസാരിക്കുന്ന ഒരു നല്ല അനുഭവം ഞങ്ങൾക്ക് അവിടെ കേൾക്കുവാനിടയായി. ആ മാർച്ചിലൊക്കെയാണ് ഞങ്ങൾ അവിടെ ചെല്ലുന്നത്. കൊളാബ് എന്ന സ്ഥലത്തായിരുന്നു. അപ്പം അവിടെ വെച്ചിട്ട് ഇങ്ങനെ പ്രയറിന് പോകുമ്പോൾ ഞങ്ങളോട് ഇടപെടുന്ന ആ ഒരു അനുഭവം ഞങ്ങൾക്ക് വല്ലാതെ ടച്ച് ചെയ്യാനിടയായി. ഒരു പ്രാവശ്യം പോയി പിറ്റേ ആഴ്ചയിലൊക്കെ കാന്തം ആകർഷിക്കുന്ന പോലെ ഞങ്ങൾ പോകണം എന്ന് തോന്നുകയാണ്. എന്നാൽ വീട്ടിലോട്ടൊക്കെ ഇത് അറിയിക്കാൻ എന്ന് വെച്ചാൽ ലാൻഡ് ലൈനിലൊക്കെ വിളിക്കുമ്പം പോയി എന്ന് സത്യം പറയുമ്പോൾ അന്ന് നമുക്ക് അറിയത്തില്ല ഇത് ഇത്രയും പ്രകോപനം വരുമെന്ന്. ഞങ്ങൾ പറഞ്ഞപ്പോഴത്തേക്കും ഞങ്ങൾ കൂടെ ഒത്തിരി പ്രയാസങ്ങളിലൂടെ എല്ലാവരും റെസ്പോണ്ട് ചെയ്യുവാനിടയായി മാതാപിതാക്കൾ. അപ്പോൾ പല പ്രാവശ്യമായപ്പോൾ ഞങ്ങൾക്കൊരു പേടിയൊക്കെ തോന്നി. ഞാൻ പറഞ്ഞു ഞാനിനി വരുന്നില്ല അച്ഛാന്ന് പറഞ്ഞപ്പോൾ സോഞ്ചാൻ എന്നോട് പറഞ്ഞു നീ വന്നാലും വന്നില്ലേലും ഞാൻ പോകാമെന്ന് പറഞ്ഞു. എന്നാൽ അദ്ദേഹം കാത്തലിക്സ് നിൽക്കുമ്പോൾ അത്രയും ഒരു തീഷ്ണതയൊന്നും ഇല്ലാത്ത ഒരാളായിരുന്നു. അതുകൊണ്ട് ഇദ്ദേഹത്തിൻ്റെ ഒരു ഇൻട്രസ്റ്റ് വന്നതുകൊണ്ട് എനിക്കും ഇഷ്ടമായിരുന്നു എന്നാൽ പോകണം. എന്നാൽ നമ്മളോട് ഇടപെടുന്നുമുണ്ട്. പിന്നെ മാതാപിതാക്കൾ ഇങ്ങനെ പറയുന്നത് കൊണ്ട് നമ്മൾ എന്താ ചെയ്യേണ്ടതെന്നുള്ള ഒരു കൺഫ്യൂഷനിലേക്കാണ് നമ്മളെ അതിനെ നടത്തിയത്. അപ്പോൾ അങ്ങനെ ഇരിക്കുമ്പം വീണ്ടും ഞങ്ങൾ പോകുമ്പോഴൊക്കെ ഇത് തന്നെയാണ് ഞങ്ങളോട് വീണ്ടും ഇടപെട്ടുകൊണ്ടിരിക്കുന്ന വചനങ്ങൾ. നിന്നെ ഇന്ന് പിന്നോട്ട് വലിക്കുന്ന ശക്തിയെ മണ്ണിൽ എഴുതുമ്പം എന്നെ അറിഞ്ഞ് വരുന്ന നിന്റെ പേര് ജീവ പുസ്തകത്തിൽ എഴുതും. ഇരമ്യാ പ്രവാചകന്റെ പുസ്തകത്തിലുള്ള ഒരു വചനമാണത്. അപ്പം അത് 17:12-13 ഇസ്രായേലിന്റെ പ്രത്യാശയായ യാക്കോബേ, നിന്നെ ഉപേക്ഷിക്കുന്ന ഏവന് ലജ്ജിച്ചു പോകും. എന്നെ വിട്ടുപോകുന്നവരെ ഞാൻ മണ്ണിൽ എഴുതും. അവർ ജീവനുള്ള വെള്ളത്തിന്റെ ഉറവയായ യഹോവയെ ഉപേക്ഷിച്ചു കളഞ്ഞു. മഹത്വം കരുറ്റുന്നു. എന്നിട്ട് ആ ദേവദാസന്റെ ശുശ്രൂഷയുടെ ഇതിലൊക്കെ ഇങ്ങനെ പറയുക, നിന്റെ പേര് നീ ദൈവത്തെ അറിഞ്ഞ് ദൈവത്തിന്റെ അനുസരണത്തിലേക്ക് വരികയാണെങ്കിൽ നിന്റെ പേര് ജീവ പുസ്തകത്തിലാണ് എഴുതുന്നത്. അപ്പൊ എന്തുവാ ജീവപുസ്തകമെന്നോ എന്തുവാ ഓർമ്മയുടെ പുസ്തകമെന്നോ ഇന്നൊന്നും ഞങ്ങൾക്കും കറക്റ്റായിട്ട് അതൊന്നും അറിയത്തില്ല. പക്ഷേ ദൈവത്തിന്റെ ആത്മാവ് ഞങ്ങളെ അവിടെ ദിനം തോറും പരിശുദ്ധാത്മാവിന്റെ ഇടപെടലുകൾ, വചനത്താലുള്ള സംസാരങ്ങൾ, ഞാൻ എന്ത് ഹൃദയത്തിൽ വിചാരിച്ച് അവിടെ ചെല്ലുന്നോ അത് ഞങ്ങളോട് അവിടെ സംസാരിച്ചിരിക്കും. അങ്ങനെ ഞങ്ങളെ ദൈവത്താൽ ആകർഷിക്കപ്പെട്ടു. 2000 തന്നെ ഞങ്ങൾ സ്നാനമേൽക്കുവാനിടയായി. കൊളാബയിലെ കഫേ പരേഡിലുള്ള കടലിലായിരുന്നു ഞങ്ങൾക്ക് സ്നാനമേൽക്കാനിടയായത്. അപ്പോൾ തന്നെ ഈ സ്നാനം എന്തിനുള്ളതാണ് എന്നുള്ളത് നമ്മൾ പ്രത്യേകം അറിഞ്ഞിരിക്കണം. അത് ദൈവത്തിന്റെ ഒരു കൽപ്പനയാണ് സ്നാനം എന്ന് പറയുന്നത്. അത് നമ്മൾ അനുസരിച്ചാല് ആ കൽപ്പന ദൈവം പറഞ്ഞിട്ടുണ്ടല്ലോ, എന്റെ കൽപ്പന അനുസരിക്കുന്നവൻ, എന്റെ വചനം പ്രമാണിക്കുന്നവൻ, എന്റെ കൽപ്പന അനുസരിക്കുന്നവൻ അവന് നിത്യജീവനുണ്ട്. അപ്പം ക്രിസ്തുവിനെ പിന്നെ നമ്മൾ പരസ്യമായിട്ട് സാക്ഷീകരിക്കുന്ന ഒരു കാര്യമാണ് ഈ സ്നാനം ഏൽക്കുക എന്ന് പറയുന്നത്. പലരും പല ഇടങ്ങളിൽ പല രീതിയിലാണ് അത് ചെയ്യുന്നത്. എന്നാൽ യഥാർത്ഥത്തിൽ യേശു കർത്താവ് സ്നാനത്തിന് നമുക്കൊരു മാതൃക കാണിച്ചു. മത്തായിയുടെ സുവിശേഷത്തിൽ അത് നമുക്ക് കാണാം. എല്ലാ സുവിശേഷങ്ങളെയും അത് കാണാം. ക്രിസ്തുവിന്റെ മരണത്തിൽ നമ്മൾ പങ്കാളികളാകുക, ക്രിസ്തുവിനോട് ചേരുകയാണ്, ആ അനുഭവത്തിലേക്ക് നമ്മൾ വരികയാണ്. പിന്നെ ഗലാത്യ ലേഖനത്തിൽ പറയുന്നുണ്ട്, 3-ാം അധ്യായം 27-ാം വാക്യത്തിൽ പറയുന്നുണ്ട്, നാം ക്രിസ്തുവിനെ ധരിക്കുകയാണ്. അപ്പം ഈ ക്രിസ്തുവിനെ ധരിക്കുന്ന ഒരു വ്യക്തിക്ക് ക്രിസ്തുവിനെ പോലെയോ അല്ലെ ക്രിസ്തുവിന്റെ ആ ആശയത്തിലോ മാത്രമേ മുന്നോട്ട് പോകാൻ പറ്റത്തുള്ളൂ. മറ്റൊരു ലോകത്തിലെ ജഡത്തിന്റെ ഒരു പ്രവൃത്തിയും ചെയ്ത് ജീവിക്കാൻ പിന്നെ അനുവാദമില്ല. കാരണം കർത്താവായ യേശു ക്രിസ്തു മരിച്ച് അടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റ് പിതാവിന്റെ വലതുഭാഗത്തിരിക്കുന്നു. ആ വലതുഭാഗത്ത് കർത്താവിനോട് കൂടെ നമ്മളെ വരുത്തിയിരിക്കുകയാണെന്നാണ് എഫേസ്യ ലേഖനത്തിൽ പറയുന്നത്. അതുകൊണ്ട് നമ്മുടെ പഴയ മനുഷ്യനെ റോമാലേഖനം 6-ാം അധ്യായം വായിച്ചു കഴിഞ്ഞാൽ ഈ സ്നാനത്തെക്കുറിച്ച് നിങ്ങൾക്ക് നല്ലപോലെ മനസ്സിലാകും. പഴയ മനുഷ്യനെ നമ്മൾ അങ്ങ് ഉരിഞ്ഞു കളയുകയാണ്, എന്നിട്ട് ഒരു പുതിയ മനുഷ്യനെ നമ്മൾ ധരിക്കുകയാണ്. അത് നമ്മുടെ വിജയത്തിലേക്കാണ്. കാരണം ഉയർത്തെഴുന്നേറ്റ കർത്താവ് ജയാളി ആയതുപോലെ നമ്മൾ ഒരു വിജയത്തിലേക്കാണ് നയിക്കപ്പെടുന്നത്. അത് ഞാൻ മുമ്പേ പറഞ്ഞതുപോലെ എന്നും ദിനംതോറും നാം ക്രിസ്തുവിൽ മരിക്കുന്നവരായി തീരുകയും വേണം. അങ്ങനെ ക്രിസ്തുവിലുള്ള ഒരു ഏകത്വം നമ്മൾ ഉറപ്പാക്കി ജീവിക്കേണ്ടത് നമുക്ക് ഏറ്റവും ആവശ്യമാണ്. പാപം സംബന്ധിച്ച് മരിക്കുകയാണ് ഈ സ്നാനത്തിലൂടെ നമ്മൾ ചെയ്യുന്നത്. അതായത് അന്ന് വരെ ഒരു ആദാമ്യ പാപ പാരമ്പര്യത്തിൽ കിടക്കുകയാണ് നമ്മൾ ഓരോരുത്തരും. എന്നാൽ ഈ റോമാലേഖനത്തിൽ അത് കറക്റ്റായിട്ട് പറയുന്നുണ്ട്. പാപം സംബന്ധിച്ച് നമ്മൾ മരിക്കുന്നു എന്നുള്ള ആ ഒരു ഇത് ഹൃദയത്തിൽ നമ്മൾ ക്രിസ്തുവിനെ വിശ്വസിച്ച് ഏറ്റുപറഞ്ഞിട്ട്, ഹൃദയം കൊണ്ട് വിശ്വസിച്ചിട്ട് വായ കൊണ്ട് ഏറ്റുപറയുമ്പോഴാണ് ഒരു മനുഷ്യനെ രക്ഷിക്കപ്പെടാൻ കഴിയുന്നത്.
അതുകൊണ്ട് പൂർണ്ണ ഹൃദയത്തോടെ വിശ്വസിച്ച് ആ കർത്താവിനെ കൈക്കൊള്ളുവാൻ അതിനായിട്ട് നമ്മൾ എന്താ എടുക്കണം? അന്ന് വരെയുള്ള നമ്മുടെ കുറ്റങ്ങളും കുറവുകളും പാപങ്ങളും ഒക്കെ നമ്മളെ ദൈവത്തിന്റെ പരിശുദ്ധാൽ ഓർമ്മിച്ചു തരും. ആ പാപങ്ങളെയൊക്കെ ഏറ്റുപറഞ്ഞൊരു മാനസാന്തര അനുഭവത്തിലേക്ക് വന്ന് വചനം കേട്ട് വിശ്വസിച്ച് ആ പരിശുദ്ധാത്മാവിനെ നമ്മൾ പ്രാപിച്ചു കഴിയുമ്പോൾ നമുക്ക് ആ സ്നാനത്തിന്റെ ഉറപ്പ് പരിശുദ്ധാത്മാവ് തരും. പരിശുദ്ധാത്മാവ് എന്ന മുദ്ര നമ്മളിലേക്ക് വരികയാണ്. അപ്പം ദൈവത്തിന്റെ വചനം കേട്ടപ്പോഴാണ് ഇത് സംഭവിച്ചത്. ലുദിയ ആ തോട്ടരികത്തിരുന്ന് കർത്താവിന്റെ വചനം കേട്ടു, വിശ്വസിച്ചു, ഏറ്റെടുത്തു. അതുപോലെ തന്നെ നമ്മളെ ഓരോ ഇടങ്ങളിലും അയച്ചു കഴിഞ്ഞ് അവിടെ ദൈവത്തിന്റെ വചനം കേൾക്കാൻ ഒരു അവസരം കിട്ടിയാലേ അതിനെ നിരാകരിക്കാതെ അതിനോട് ചേർന്ന് നിൽക്കാൻ ദൈവം നമ്മളെ സഹായിക്കേണ്ടത് ആവശ്യമാണ്. അതിന് ദൈവത്തോട് നമ്മളൊരു കമ്മിറ്റ്മെന്റ് നമുക്കുണ്ടായിരിക്കണം. ഓക്കെ, അങ്ങനെ ഞങ്ങൾ അവിടെ വചനം കേട്ടു. ആ ഓഗസ്റ്റിൽ തന്നെ ഞങ്ങൾക്ക് സ്നാനമേൽക്കാൻ ദൈവം സഹായിച്ചു. അന്ന് കുഞ്ഞുങ്ങളൊക്കെ ചെറുതായിരുന്നു. അവിടെ അസംബ്ലീസ് ഓഫ് ഗോഡ് ചർച്ചായിരുന്നു. അങ്ങനെ നേവി നഗറിനകത്ത് ക്വാർട്ടേഴ്സിലെ എല്ലാ ചൊവ്വാഴ്ചയും ഞങ്ങൾ ആ മീറ്റിംഗ് അറ്റൻഡ് ചെയ്യുവാനും സൺഡേകളിൽ പ്രാർത്ഥന പുറത്ത് ആലയത്തിൽ പോകാനും ഒക്കെ ദൈവം സഹായിച്ചു. അതിനുശേഷം ഞങ്ങൾ നേവിയിൽ നിന്ന് ഇറങ്ങി. കൊളാബയിൽ നിന്ന് ഇറങ്ങിയ ഉടനെ ദൈവം എൻ്റെ ഹസ്ബൻഡിന് ഒരു ജോലി GE പവർ എഞ്ചിനീയറിംഗിൽ കൊടുക്കുവാനിടയായി. അദ്ദേഹം അവിടെ ജോലി ചെയ്തുകൊണ്ടിരിക്കുകയും ഞങ്ങൾ നെരുൾ നവി മുംബൈ എന്ന സ്ഥലത്തേക്ക് ഷിഫ്റ്റായി ഫ്ലാറ്റൊക്കെ എടുത്ത് അവിടെ താമസിച്ചുകൊണ്ടിരിക്കുകയാണ്. അവിടെ DAV പബ്ലിക് സ്കൂളിലാണ് എൻ്റെ കുഞ്ഞുങ്ങൾ രണ്ടുപേരെയും ഞങ്ങൾ ചേർത്തത്. എന്നാൽ അവിടെ ദൈവത്തിൻ്റെ കരുതുന്ന കരം, യഹോവ ഈരെ, ആ ഒരു വിഷയം ഞാൻ പറയുകയാണ്. ബിക്കോസ് ഞങ്ങൾക്ക് അതിനിടയ്ക്ക് സംഭവിച്ചതെന്ന് പറഞ്ഞാൽ ഞങ്ങൾ സ്നാനപ്പെട്ടു എന്നൊക്കെ അറിഞ്ഞ് വീട്ടിൽ വന്നപ്പോൾ ഞങ്ങളെ ഇറക്കി വിടാനിടയായി. അനിയന്മാരുടെ ഒന്നും കല്യാണമൊന്നും കൂടാൻ ഞങ്ങളെ അനുവദിച്ചില്ല. അന്നൊന്നും ഞങ്ങൾക്ക് അറിയത്തില്ലായിരുന്നു ഇത്രയും പ്രകോപനം വരുമെന്ന്. എന്നാൽ ഇറക്കി വിട്ട കാലങ്ങളിൽ ഞങ്ങൾ ദൈവത്തോട് പ്രാർത്ഥിച്ചിരുന്നു, കർത്താവേ, ഈ കോട്ടയത്ത് തന്നെ ഞങ്ങളുടെ 2 ഭവനങ്ങളെ ഡിപ്പെൻഡ് ചെയ്യാതെ ദൈവം ഞങ്ങൾക്കൊരു ഭവനം തരണമെന്ന് പ്രാർത്ഥിച്ചിട്ടാണ് ഞങ്ങൾ പോരുന്നത്. എന്നാൽ പിന്നീട് നെരുളിൽ ഫ്ലാറ്റൊക്കെ എടുത്ത് താമസിക്കുമ്പോഴും ഞങ്ങൾക്ക് അറിയത്തില്ലായിരുന്നു പിന്നീട് കർത്താവിനൊരു പ്ലാനുണ്ട്, പദ്ധതിയുണ്ടെന്ന്. എല്ലാ പെട്ടകത്തെയും അരാരത്ത് പർവ്വതത്തിൽ ഉറപ്പിക്കുന്ന ഒരു സമയമുണ്ട്. അവിടേക്ക് ദൈവം നമ്മളെ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഓരോ ദൈവമക്കളും പ്രത്യാശ കൈവിടാതെ, വിശ്വാസം, പ്രത്യാശ, സ്നേഹം, ഇവ 3ലും വലുത് സ്നേഹമാണെന്നും ദൈവത്തിന്റെ വചനം പറയുന്നുണ്ട്. അതുകൊണ്ട് നമ്മുടെ പ്രത്യാശ കൈവിടാതെ മുന്നോട്ട് പോവുക. കർത്താവ് തക്ക സമയത്ത് കരുതുന്ന ദൈവമാണ്. അപ്പോൾ ആ DAV സ്കൂളിൽ നല്ലൊരു എമൗണ്ട് വേണമായിരുന്നു, ഡെപ്പോസിറ്റ് കൊടുക്കണം. അപ്പോൾ അത് ഞങ്ങൾ ചേർക്കുന്ന വർഷത്തിലെ ഈ പിൻപിലുള്ള വർഷവും അത് കഴിഞ്ഞുള്ള വർഷത്തിലും എവരി ഡെപ്പോസിറ്റും റീഫണ്ടബിളേ അല്ല. എന്നാൽ ഞങ്ങൾ ചേർക്കുന്ന ആ ഒറ്റ വർഷം അത്രയും എമൗണ്ട് 1 രൂപ പോലും എടുക്കാതെ റീഫണ്ടബിൾ ആയിരുന്നു. എന്നാൽ അന്ന് ഞങ്ങൾ ഇതൊന്നും അറിയുന്നില്ല. അപ്പം നമ്മൾ കൊണ്ട് ചേർക്കുന്നു എന്നല്ലാതെ അതിന് മുമ്പിലും പിൻപിലും ഒന്നും ഇത് നടന്നിട്ടില്ലെന്നുള്ളതൊന്നും നമുക്കറിയത്തില്ലല്ലോ. അവരതിനെക്കുറിച്ചൊന്നും എക്സ്പ്ലെയിൻ ചെയ്തിട്ടുമില്ല. അപ്പം നമ്മൾ അടച്ചു. എന്നാൽ അവിടെ ഏകദേശം സ്മൂത്ത് ആയിട്ട് പോകുമ്പം ഞാൻ അന്നേരം ഈ കുഞ്ഞുങ്ങളെ വിളിക്കാൻ പോകുമ്പോഴും കുഞ്ഞുങ്ങളെ കൊണ്ടുവിടാൻ പോകുമ്പോഴും ഞങ്ങളുടെ ഫ്ലാറ്റിൽ നിന്നാൽ ഈ സ്കൂള് കാണാൻ അത്ര അടുത്താണ്. ഒരുപാട് ജനം, നോർത്ത് ഇന്ത്യൻസ് ഇങ്ങനെ ലൈൻ നിന്ന് കൊണ്ടുപോകുമ്പോഴൊക്കെ അവർ ലൈൻ നിൽക്കുമ്പോഴേ ഞാൻ ആ ജനലിൽ കൂടെ കൈ ഉയർത്തി പ്രാർത്ഥിക്കും, ദൈവമേ, നശിച്ചു പോകുന്ന ഒരുപാട് ജനത്തിന്റെ മധ്യേ കർത്താവിനെ രക്ഷിച്ചതാ. അവർക്ക് വേണ്ടി ഞാൻ ഈ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. ഈ ദേശത്തോട് ദൈവം കനിവ് കാണിക്കണം. ആ മനുഷ്യരോടെല്ലാം അവരുടെയൊക്കെയും രക്ഷ കർത്താവെ അങ്ങയിലാണല്ലോ അപ്പ, അത് അവർക്ക് കൊടുക്കണേന്നൊക്കെ ഞാൻ പ്രാർത്ഥിക്കാറുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ ആ നെരുൾ ദേശത്ത് ചെല്ലുമ്പോൾ മരുഭൂമി പോലെ കിടക്കുക. 1-2 കുഞ്ഞു കടയല്ലാതെ ഒന്നുമില്ലാത്ത ഒരവസ്ഥയായിരുന്നു. ഞങ്ങൾ സെക്ടർ 48-ലായിരുന്നു താമസിച്ചത്. എന്നാൽ ഇന്ന് അവിടെ ചെന്ന് കഴിഞ്ഞാൽ സീവുഡ് എന്ന് പറഞ്ഞ ഒരു ഇന്റർനാഷണൽ ലെവലിലുള്ള ഒരു റെയിൽവേ സ്റ്റേഷനും ജോലി കാര്യങ്ങളും എല്ലാം അവിടെ ഡെവലപ്പായി. അവിടെ ഇല്ലാത്ത മോളുകളോ അല്ലെങ്കിൽ വലിയ വലിയ ഷോപ്പുകളോ ഒന്നുമില്ല. അതുപോലെ ഇഷ്ടം പോലെ ഡെവലപ്മെന്റ് നടന്നു. ഞാൻ ഓർക്കും, ഞാൻ അതിലൂടെ ചുറ്റി നടന്ന് പ്രാർത്ഥിക്കുമായിരുന്നു നടക്കാൻ പോകുമ്പോഴൊക്കെ. അന്നൊന്നും എനിക്ക് അത്ര അറിവുണ്ടായിട്ടല്ല, പക്ഷെ കർത്താവിനോടുള്ള സ്നേഹം, കർത്താവുമായിട്ടുള്ള ബന്ധം, അതെനിക്ക് ഈ ദേശത്ത് നടക്കുമ്പം നമുക്ക് ആരെയും പെട്ടെന്ന് റീച്ച് ചെയ്യാൻ പറ്റത്തില്ല. എന്നാൽ കർത്താവെ അങ്ങ് അറിയുന്നു, അങ്ങയുടെ ദേശമായത്, അങ്ങയുടെ സ്ഥലമായത്, അങ്ങയുടെ സൃഷ്ടിയായി, ഇതല്ല നശിച്ചു പോകല്ലേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുമായിരുന്നു. എന്നാൽ പിന്നീട് അവിടെ ഇതുപോലെ ഡെവലപ്മെന്റ് ഒക്കെ നടന്നു. ഞങ്ങളെ പിന്നെ അവിടുന്ന് ദൈവം ഒരു കാലം കുഞ്ഞുങ്ങൾ ഏകദേശം 10ാം ക്ലാസ് ഒക്കെ ആയപ്പോൾ അവിടുന്ന് മൂവ് ചെയ്യാൻ ഞങ്ങളോട് കൽപ്പിച്ചു. അപ്പം ഞങ്ങൾ അതിനു മുമ്പ് 1 വർഷം മുമ്പേ ഇങ്ങനെ സംസാരം ദൈവം ഇങ്ങോട്ട് ഞങ്ങളോട് പറയുന്നുണ്ടെന്ന് മൂവ് ചെയ്യാൻ. അപ്പം ഞങ്ങൾ പ്രാർത്ഥിച്ചു, കർത്താവെ, ഞങ്ങൾക്കൊരാഗ്രഹം ഉണ്ടായിരുന്നു, അതുകൊണ്ടാണോ ഇത്, തോന്നുന്നതാണോ എന്നൊക്കെ അറിയത്തില്ലാതെ ഞാനും അച്ഛയും മോളും ഒക്കെ ഈ ഒരു ആലോചന കേൾക്കുമ്പോൾ ഇങ്ങനെ ഇതാക്കി. അച്ഛയെന്ന ഷിപ്പില, അച്ഛയോടും ദൈവാത്മാവ് എപ്പോഴും സംസാരിക്കുമായിരുന്നു.
ഞങ്ങൾക്ക് വരുമ്പോഴാണേലും ഞങ്ങൾ ഒന്നിച്ച് കൈകോർത്ത് പ്രാർത്ഥിക്കുകയും ഒക്കെ ചെയ്യുമായിരുന്നു. അതൊക്കെ കുടുംബ ജീവിതത്തിന്റെ ഏറ്റവും വലിയ അനുഗ്രഹമാണ്. ഒന്നിച്ച് നിൽക്കുക, ഐക്യതയോടെ നിൽക്കുക, ഒന്നിച്ച് നമ്മുടെ വിഷയത്തിന് വേണ്ടി മറ്റൊരാൾ പ്രാർത്ഥിക്കുന്നതിനെക്കാട്ടിലും നമ്മൾ എത്രത്തോളം തീഷ്ണതയോടും ആ ദൈവവുമായിട്ടുള്ള ബന്ധവും ആ സ്നേഹവും ഒക്കെ വെച്ച് പ്രാർത്ഥിക്കുമ്പോൾ നമുക്ക് കർത്താവുമായിട്ടുള്ള ആ ബന്ധത്തിന്റെ പേരിൽ അപ്പനും മക്കളോട് കരുണ തോന്നുന്ന പോലെ ദൈവത്തിന് നമ്മളോട് കരുണ തോന്നാതിരിക്കുമോ? മറ്റൊരു വ്യക്തി അത് കേട്ടേച്ച് നമുക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കുകയില്ലെന്നല്ല, നമ്മളെല്ലാം മറ്റുള്ളവർക്ക് വേണ്ടി ഇടിവ് നിൽക്കുന്നത്, എങ്കിലും അതിന്റെ യഥാർത്ഥത്തിലുള്ള ഒരു ടച്ചും അനുഭവങ്ങളും ഒക്കെ വരണമെന്നുണ്ടെങ്കിൽ നമ്മൾ കുടുംബത്തിൽ ഐക്യതയുള്ളവരായിരിക്കണം. ഇന്ന് പിശാച് പലപ്പോഴും കുടുംബങ്ങളെ തകർക്കാൻ നോക്കുക, ഐക്യതയെ കെടുത്താൻ നോക്കുക, ഭിന്നതയിട്ട് പോരാടാൻ നോക്കുക. എന്നാൽ ഈ ദൈവം സ്ഥാപിച്ച കുടുംബത്തിലേക്ക് പലരും പ്രവേശിക്കാതെയും പ്രവേശിച്ച പലരെയും തകർത്ത് കളയാൻ നോക്കുന്ന ഒരു അനുഭവം ഇന്നുണ്ട്. എന്നാൽ അവിടെയൊക്കെ ജയം ഏറ്റെടുക്കേണ്ടത് അവരവർ തന്നെയാണ്. അതാണ് ഞാൻ പറഞ്ഞല്ലോ, ക്രിസ്തുവിൻ മരിക്കണം, ദിനംതോറും ക്രിസ്തുവിൽ മരിക്കണം, ക്രിസ്തുവിന് വേണ്ടി ജീവിക്കണം, ക്രിസ്തുവിന്റെ പുനരുത്ഥാനത്തിൽ നാം ആണെന്നുള്ള ആ ബോധ്യം എപ്പോഴും നമുക്കുണ്ടായിരിക്കണം. അങ്ങനെ 2007 ഞങ്ങള് പേർച്ചു വില്ല എന്ന ഒരു വില്ല ബുക്ക് ചെയ്യാനായിട്ട്, ഇപ്പൊ ഞാൻ കോട്ടയത്താണ്, ഈ വില്ലയിലാണ് താമസിക്കുന്നത്. കർത്താവിന്റെ ആലോചന പ്രകാരം ഞങ്ങള് അവിടുന്ന് ഷിഫ്റ്റ് ആകാനായിട്ട് ഇടയായി. ദൈവം നടത്തിയ വിധങ്ങളാണ് പറയുന്നത്. അപ്പം ഞങ്ങൾക്ക് ആക്ച്വലി വലിയ ബാക്ക്ഗ്രൗണ്ട് എന്ന് വെച്ചാൽ ഫിനാൻഷ്യൽ ബാക്ക്ഗ്രൗണ്ട് ഒന്നും അത്രക്കില്ല, എന്നാൽ ജോലി കൊണ്ട് പോകുന്നു. നേവി നിറങ്ങുകയും ചെയ്തു. പിന്നെ വീട്ടിലോട്ടൊക്കെ എല്ലാവർക്കും ഞങ്ങളോട് വെറുപ്പായതുകൊണ്ട് പോകാനൊക്കെ ഒരു ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും ഒത്തിരി പ്രതികൂലങ്ങൾ അതിനൊക്കെ മധ്യേ ഉണ്ടായിരുന്നതുകൊണ്ട് ഞങ്ങൾ അങ്ങനെ എല്ലാവരുമായിട്ട് സ്നേഹമാ, എന്നാൽ അങ്ങനെ പോകുന്നു. 2007 കർത്താവ് ഈ ആലോചന തന്നു. ഞങ്ങൾ അതിനു വേണ്ടി പ്രാർത്ഥിച്ചു കൊണ്ടിരുന്നു. എന്നാൽ സോഞ്ചായം വന്നിട്ട് അത് ഒന്ന് അന്വേഷിക്കാൻ പോയപ്പം പല ബജറ്റുകളും ഞങ്ങൾക്ക് അനുകൂലമല്ലാത്തതുപോലെ കണ്ടു. എന്നാൽ ദൈവത്തിന്റെ ആത്മാവ് എനിക്ക് സോഞ്ചായം ഒറ്റയ്ക്ക് കോട്ടയത്തോട്ട് വന്നു, എറണാകുളത്ത് നോക്കിയിട്ടില്ല എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു അടുത്ത ബസ് കയറി കോട്ടയത്ത് ഇറങ്ങുന്ന സമയം കൊണ്ട് ഞാൻ ഒന്ന് പ്രാർത്ഥിക്കട്ടെ, ദൈവം എന്താ പറയുന്നത്. റോമാലേഖനം 4-ാം അധ്യായം 17 മുതൽ 22 വരെയുള്ള വാക്യങ്ങൾ അന്ന് ഞങ്ങൾക്ക് ദൈവം തന്നു. മരിച്ചവരെ ഉയർപ്പിക്കുകയും ഇല്ലാത്തതിനെ ഉള്ളതിനെ പോലെ വിളിക്കുന്ന ഒരു ദൈവം. ഞങ്ങളുടെ രണ്ടുപേരുടെയും, അതായത് നമുക്ക് ആ ഒരു അവസ്ഥ വളരെ കുറവാണ്. അതുപോലെ തന്നെ അബ്രഹാമിന്റെ അവസ്ഥയും ഒരു നിർജീവത്വ അവസ്ഥയാണ്. എന്നുവെച്ചാൽ നമുക്ക് വേണ്ടത് മുന്നിലൊന്നുമില്ല. അപ്പൊ ആ നിർജീവത്തെ ഗ്രഹിച്ചിട്ടും അബ്രഹാം എന്താ ചെയ്തത്? വിശ്വാസത്തിൽ ക്ഷീണിച്ചില്ല. ആ ദൈവത്തിന്റെ വാഗ്ദത്തത്തില് അവിശ്വാസത്തിൽ സംശയിക്കാതെ വിശ്വാസത്തിൽ ശക്തിപ്പെട്ടുകൊണ്ട് ദൈവത്തിന് മഹത്വം കൊടുത്തു പോകുന്നു. അവൻ ദൈവം വാഗ്ദത്തം ചെയ്തത് പ്രവർത്തിക്കുവാൻ ശക്തനെന്ന് പൂർണ്ണമായും ഉറച്ചുകൊണ്ട്, അതുകൊണ്ട് അത് അവന് നീതിയായിട്ട് കണക്കിട്ടത്. ദൈവത്തോട് ഞാൻ ഈ വചനം പറഞ്ഞു അത്രയും നേരം ഇരുന്ന് പ്രാർത്ഥിച്ചു. 2 മണിക്കൂർ കഴിഞ്ഞ് കോട്ടയത്ത് ചെന്നപ്പോഴത്തേക്ക് ഞാൻ ഈ വില്ലയുടെ ഒരു ഇത് ഗുഡ് ന്യൂസിൽ കണ്ടത് അച്ഛന് ഏൽപ്പിച്ചു കൊടുത്തു. അച്ഛൻ അതൊന്ന് അന്വേഷിച്ചു പോയി. അപ്പൊ ഞങ്ങൾക്ക് ഈ സ്ഥലമൊന്നും അറിയത്തില്ല, ഞങ്ങൾ ഇങ്ങോട്ടൊന്നും അങ്ങനെ വന്നിട്ടുമില്ല. ഇപ്പൊ ഞങ്ങൾ താമസിക്കുന്ന കോട്ടയത്ത് മൂലേടം എന്ന് പറഞ്ഞ സ്ഥലത്താണ് ഈ വില്ല ഇരിക്കുന്നത്. 21 വില്ലാസാണ്. വളരെ അനുഗ്രഹിക്കപ്പെട്ട ഒരു കോമ്പൗണ്ടിലാണ് ഞങ്ങൾ ആയിരിക്കുന്നത്. അതൊക്കെ ദൈവത്തിന്റെ ഒരു നീതിയാണ്. അപ്പം ഞാൻ പറഞ്ഞില്ലേ, ഞങ്ങളുടെ ബാക്ക്ഗ്രൗണ്ടിന്റെ ഗുണം കൊണ്ടല്ല, ദൈവത്തിന്റെ ഒരു നീതിയായിരുന്നു ഞങ്ങളോട്. അപ്പോഴും ഈ വിശ്വാസം കൈവിടാതെ അവിശ്വാസത്തിൽ സംശയിക്കാതെയും ദൈവത്തിന്റെ വാഗ്ദത്തം അത് നിവർത്തിക്കുമെന്നും അബ്രഹാം വിശ്വസിച്ച പോലെ തന്നെ ഞങ്ങളും വിശ്വസിച്ചു. അതുപോലെ തന്നെ ഗലാത്യ ലേഖനത്തിലൊക്കെ പറയുന്നുണ്ടല്ലോ, അബ്രഹാമിനോട് കൂടെ ആ അനുഗ്രഹങ്ങൾ അബ്രഹാമിന്റെ മക്കളായി തിരഞ്ഞെടുക്കപ്പെട്ട എല്ലാവർക്കും ദൈവം അത് വെച്ചിരിക്കുക. ആ അവകാശം നമുക്ക് പ്രാപിക്കാൻ പലപ്പോഴും നമ്മുടെ മക്കളായ കഴിയുന്നില്ല, അത് മനസ്സിലാക്കാൻ പറ്റുന്നില്ല. പലപ്പോഴും നമ്മളെ പോലും കുരുടാക്കി കളയുന്ന അനുഭവങ്ങളും അവസ്ഥകളും ഉണ്ട്. എന്നാൽ ചില സന്ദർഭങ്ങളിൽ നമ്മളെ വചനം അത് റീമയായിട്ട് നമ്മുടെ ഇടയിൽ അത് വരും, ഒരിക്കലും അത് മാറിപ്പോകത്തില്ല. ആ വചനം നമ്മൾ എടുക്കുന്നതനുസരിച്ചിരിക്കും. നമ്മൾ വായിച്ച് വെറുതെ വിടുകയാണെങ്കിൽ ഒരിക്കലും അത് നമുക്ക് ടച്ച് ആകത്തില്ല, അല്ലെ അത് നമുക്ക് വേണ്ടി പ്രവർത്തിക്കത്തില്ല. എന്നാൽ ഇത് ജീവനുള്ളതാ, ഇത് പ്രവർത്തിക്കുന്നതാ, ഇത് ശക്തിപ്പെടുത്തുന്നതാ, ഇത് പാറയെ തകർക്കുന്ന ചുറ്റുകയാ. ഈ ബോധത്തോടെ എല്ലാ നിർജീവത്വത്തെ മാറ്റാൻ കഴിയുന്ന ഒരു വചനമാണ് ദൈവത്തിന്റെ വചനം എന്നൊക്കെ നമ്മൾ ഗ്രഹിച്ചുകൊണ്ടാണ് അതിനെ ഏറ്റെടുക്കുന്നതെങ്കിൽ അതിൻ്റെതായ ഒരു പ്രതിഫലം നമ്മൾ ആ വിഷയത്തിന്റെ മേൽ അനുഭവിച്ചു തന്നെ ഇരിക്കും. നമുക്ക് ഇന്നൊരത്ഭുതം
കാണണം. എന്റെ കർത്താവെ, ഈ വചനപ്രകാരം ഞങ്ങളെ ഇങ്ങനെ നടത്തണമേ അപ്പ, അങ്ങനാണല്ലോ അങ്ങ് പറഞ്ഞിരിക്കുന്നത്. നമ്മളത് പറഞ്ഞു പ്രാർത്ഥിക്കുമ്പോൾ ജീവനും മരണവും നിന്റെ നാവിന്മേൽ ഇരിക്കുന്നു, അതിൽ ഇഷ്ടപ്പെടുന്നവൻ അതിന്റെ ഫലം അനുഭവിക്കുന്നെന്ന് സദൃശ്യവാക്യം 18-ാം അധ്യായത്തിന്റെ 21-ാം വാക്യത്തിൽ പറയുമ്പോൾ ആ വചനപ്രകാരമുള്ള ഒരു അനുഭവത്തിലേക്കും ആ ധൈര്യത്തിലേക്കും ഉറപ്പിലേക്കും നമ്മൾ ആ വചനത്തെ ഏറ്റെടുത്ത് നടക്കുന്നെങ്കിൽ സ്വർഗത്തിലെ ദൈവം ആ വചനത്തിന്റെ ഒരു നിവൃത്തി നമുക്ക് കാണിച്ചു തരാൻ തീർച്ചയായിട്ടും ഇടയാക്കും. അതിന് ഒരു സംശയവുമില്ല. പരിശുദ്ധാത്മാവ് തന്നെ നമ്മളെ നിയന്ത്രിക്കുകയും ഭരിക്കുകയും എല്ലാം ചെയ്യും എന്ന് ഞാൻ പൂർണ്ണമായിട്ടും വിശ്വസിക്കുന്നു. ദൈവത്തിന്റെ കൃപ ആ വിഷയത്തിന്റെ മേലൊക്കെ ഇരിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. ഓക്കെ, അതിനുശേഷം ഞങ്ങളെ ഈ സ്ഥലത്തേക്ക് കാലുകുത്തിക്കാൻ ഇടയാക്കിയെന്ന് തന്നെ അങ്ങ് പറയാം. ബിക്കോസ് കർത്താവ് അതിന്റെ കാര്യങ്ങളെല്ലാം ക്രമീകരിച്ചു. ഒരുപാട് കാര്യങ്ങളുണ്ടെങ്കിലും അതൊക്കെ വിശദീകരിച്ച് സമയം കളയുന്നില്ല. പരിശുദ്ധാത്മാവ് തന്നെ നിയന്ത്രിക്കട്ടെ നമ്മളെ ഓരോരുത്തരെയും. അങ്ങനെ ദൈവത്തിന് വേണ്ടി വിട്ട് നിലനിൽക്കാനായിട്ട് ഈ ഭവനം തന്നപ്പോൾ പലർക്കും അതൊരു അതിശയമായിട്ട് തോന്നി. എന്നാൽ നമുക്കറിയാം അതിനകത്ത് ദൈവം എത്ര ആക്യുറേറ്റ് ആയിട്ട് പ്രവർത്തിച്ചുകൊണ്ടാണ് നമുക്കത് ലഭിച്ചതെന്നും ഞങ്ങളുടെ കഴിവൊന്നും അല്ലെന്നും ഞങ്ങൾക്ക് നന്നായിട്ട് അറിയാം. ഇന്ന് വരെയും ആ ദൈവത്തിന്റെ റൈറ്റിയസ്നെസ്, നീതി ഞങ്ങളോട് മാറിപ്പോകാതെ കൂടെ ഇരുന്നു ആ കരുണയോടെ ഞങ്ങളെ ചേർത്തതോർത്തെല്ലാം ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. അപ്പോൾ ഞങ്ങൾ ഇവിടെ വന്നു എങ്കിലും ഞാൻ അതിനു മുമ്പ് 1-2 വലിയ ഇൻസിഡന്റ് ഞങ്ങൾക്ക് സംഭവിച്ചത് ഞാൻ ഓർക്കുന്നു. സോ ഞാൻ ഷിപ്പിലായിരിക്കുമ്പോൾ, ബോംബെയിലിരിക്കുക, അദ്ദേഹത്തിന് ടൈഫോയിഡ് വന്നിട്ട് ഷിപ്പിൽ നിന്ന് പെട്ടെന്ന് ലീവ് കൊടുത്തു വിട്ടു. എന്നാൽ അദ്ദേഹം ഭവനത്തിൽ വരുമ്പം ഞാൻ സത്യം പറഞ്ഞാൽ ഭയപ്പെട്ടു പോയി. ദൈവമേ, ഒരാളെ കൂട്ടിപ്പോലും ഇദ്ദേഹത്തെ വിട്ടില്ലല്ലോ. ശരിക്കും നടന്നു വരാൻ പോലും ആക്കമില്ലാതെയാണ് അദ്ദേഹം ഭവനത്തിൽ എത്തുന്നത്. പിന്നെ ടൈഫോയിഡ് അങ്ങോട്ട് കൂടിക്കഴിയുമ്പോൾ അറിയാമല്ലോ, ആ നിലകളെല്ലാം വ്യത്യാസമാകും. അപ്പം രാത്രിയിലൊക്കെ ഇദ്ദേഹം എന്തെങ്കിലുമൊക്കെ ആയിരിക്കും പറയുന്നത്. എന്ന് വെച്ചാൽ കറക്റ്റ് വേയിലല്ല ടോക്കിങ് പോലും പോകുന്നത്. അപ്പൊ ഞാൻ വളരെ ഭയപ്പെട്ടു. കുഞ്ഞുങ്ങളൊക്കെ ചെറുതാ. എന്നാലേ ഞാൻ അദ്ദേഹത്തിന്റെ ബെഡിൽ കിടക്കുക, ഒരു ബോധം പോലും ഇല്ലാത്ത രീതിയിൽ വന്ന് കിടക്കുക. അപ്പൊ ഞാൻ അവിടെ ഇരുന്ന് കൈവച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കും, കർത്താവേ, ദൈവത്തിന് അസാധ്യമായിട്ടൊന്നുമില്ലല്ലോ, രോഗികളെ സൗഖ്യമാക്കാൻ കഴിയുന്ന ദൈവമുണ്ടല്ലോ. എന്റെ ആത്മാവിൽ നിറഞ്ഞ് എനിക്ക് എങ്ങനെയൊക്കെ പ്രാർത്ഥിക്കാവോ അങ്ങനെ ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോ ഇദ്ദേഹം തന്റെ ഹൃദയത്തിൽ അല്ലെങ്കിൽ തന്റെ ആ അവബോധ മനസ്സിൽ കൂടെ തന്നെ വെള്ള ഉടുപ്പിട്ട ഒരാൾ വന്ന് തൊടുന്നു എന്നുള്ള അനുഭവം തനിക്ക് ലഭിക്കാനിടയായി. അവിടെ താൻ സൗഖ്യമാകുവാനിടയായി. അത് നമുക്ക് അസാധ്യമായ ഒരവസ്ഥയിലായിരുന്നു താൻ വന്നിരുന്നത്. പക്ഷെ ദൈവത്തിന് അസാധ്യമല്ലെന്ന് മനസ്സിലാകത്തക്കവണ്ണം ഒരു രോഗസൗഖ്യം അവിടെ ലഭിക്കാനിടയായി. അങ്ങനെ പല പ്രാവശ്യം ഞങ്ങൾക്ക് രോഗസൗഖ്യം ലഭിച്ചിട്ടുണ്ട്. എൻ്റെ മോന് കുഞ്ഞായിരിക്കുമ്പോൾ അവനൊരു ന്യൂമോണിയ അവിടെ വെച്ച്, അതിപ്പോ സ്ഥലമൊക്കെ മാറി ചെന്നതിന്റെ പേരില അവന് മാക്സിമം അവനെ ഒട്ടും എഴുന്നേറ്റ് നിൽക്കാൻ മേലാത്ത അവസ്ഥകൾ വന്നു. എന്നാൽ അന്നേരമൊക്കെയും ഒരു ഗ്ലാസ് വെള്ളം എടുത്ത് ഞാനും അച്ഛയും കൂടെ പ്രാർത്ഥിച്ച് ഈ കുഞ്ഞിന് കൊടുത്ത്, അതായത് മരുന്നെടുത്തു, നമ്മൾ മാക്സിമം കുഞ്ഞിനെ സെർവ് ചെയ്യുന്നുണ്ട്, എന്നിട്ടും ഒന്നും ഇതാകുന്നില്ല. ഇപ്പൊ നമ്മൾ ദൈവസന്നിധിയിൽ മുട്ടുകുത്തുകയും ദൈവസന്നിധിയിൽ ആ വെള്ളത്തിന്റെ മേൽ പിതാവിന്റെ പുത്രന്റെ പരിശുദ്ധാത്മാവിന്റെ സാന്നിധ്യം വ്യാപരിക്കണമെന്ന് പ്രാർത്ഥിച്ചു കൊടുക്കുകയും ചെയ്ത് എന്റെ കുഞ്ഞ് സൗഖ്യമായിട്ടുണ്ട്. അങ്ങനെ അനവധ്യ രോഗസൗഖ്യങ്ങള് ഇതിനകത്ത് വന്നതിന് ശേഷം ഞങ്ങൾ അനുഭവിക്കാനും സൗഖ്യമാകാനും ഇടയായി. സ്നാനപ്പെട്ടതിന്റെ പിറ്റേ ആഴ്ചയിൽ തോറ്റാനൊരു മലേറിയ വരാനിടയായി. അന്നേരവും ഞങ്ങളെ ദൈവത്തിലാണ് ആശ്രയിച്ചത്. എല്ലാ മരുന്നോ ലേപനമോ ഔഷധമോ ഒന്നുമല്ല, അതിൽ ആശ്രയിക്കേണ്ടെന്നുമല്ല, ഞങ്ങളും ആശ്രയിക്കുന്നു എടുക്കുന്നു ഒക്കെ ഉള്ളവരാ. എന്നാൽ അതിലുപരി ഗിലെയാദിലെ ഒരു വൈദ്യൻ നമുക്കുണ്ട്. ആണിപ്പഴുതുള്ള കരം തൊട്ടാല് ദൈവം ഭാവികളെ രക്ഷിക്കുന്നു, രോഗികളെ സൗഖ്യമാക്കുന്നു, പരിശുദ്ധി ആത്മാവിനെ നൽകുന്നു. ദൈവം രാജാതിരാജാവായി വീണ്ടും വരുന്നു എന്നാണ് ദൈവത്തിന്റെ വചനത്തിൽ കൂടെ നമ്മൾ വിശ്വസിച്ചേറ്റെടുത്തിരിക്കുന്നത്. അപ്പൊ അത് നമ്മുടെ ജീവിതത്തിൽ വരും. അങ്ങനെ ഇരുന്നു. അതിനുശേഷം ഞങ്ങൾ ഇവിടെ വന്നു, കോട്ടയത്ത് സെറ്റിൽ. അതിനു മുമ്പ് ഞാൻ അവിടെ 2 വീലറിനാണ് ഞാൻ പലപ്പോഴും പോയിക്കൊണ്ടിരിക്കുന്നത്. കുഞ്ഞുങ്ങളെ കൊണ്ട് പലപ്പോഴും ആരാധനയ്ക്ക് പോവുകയും വരികയും ഒക്കെ ചെയ്യുമ്പോൾ അവിടെ ഫ്ലാറ്റ് എടുത്ത സമയത്ത് ഞങ്ങൾ വളരെ പൈസയ്ക്കൊക്കെ ബുദ്ധിമുട്ട്, ഫിനാൻഷ്യൽ ക്രൈസിസിലൊക്കെ വരുമ്പോഴും ഞാനിപ്പോഴും ഓർക്കുന്ന ഒരു ദേവദാസം വന്നപ്പോൾ സൂക്ഷിച്ചു വെച്ചിരുന്ന ഒരു 5 രൂപ നോട്ടാണ് ഞാൻ ആകെ എടുത്ത് കൊടുക്കുന്നത്. അന്നേരം അദ്ദേഹം അത് പ്രാർത്ഥിച്ചേച്ച് തിരിച്ച് എൻ്റെ ബൈബിളിൽ വെച്ചേച്ച് പോകാനിടയായി. കാരണം അദ്ദേഹത്തിന് മനസ്സിലായി, കാരണം അല്ലെങ്കിൽ ഒരിക്കലും 5 രൂപ എടുത്ത് കൊടുക്കത്തില്ല, അത്രയ്ക്കും ഇതായിരുന്നു. അതുപോലെ എൻ്റെ കുഞ്ഞുങ്ങളെ ഞാൻ പ്രാർത്ഥിക്കാൻ അവിടെ വെച്ച് പഠിപ്പിക്കുമായിരുന്നു. അവരെന്നോട് പറയും, വൈകിട്ടത്തേക്ക് ഈ ചെറിയ പാക്കറ്റുകൾ ചിറ്റൂസ് ഒക്കെ ഉണ്ടല്ലോ, ചിറ്റൂസ്, ലേസ്, ഇപ്പോഴത്തെ ലേസ്, അതുപോലെയുള്ള പാക്കറ്റുകൾ എനിക്ക് മേടിച്ചു തരാമോ എന്ന് കൊച്ചു പ്രായത്തിൽ അവർ ചോദിക്കുമ്പോൾ ഞാൻ പിള്ളേരോട് പകല് പറയും, വൈകിട്ട് നമ്മൾ ഇറങ്ങുമല്ലോ നടക്കാൻ, അന്നേരം ഇപ്പം നമുക്ക് വാങ്ങിക്കാം, പക്ഷേ ഞാൻ പറയും അത് ദൈവം തരുന്നതായിട്ട് നിങ്ങൾക്ക് ബോധ്യം വരണ്ടേ, അതിനു വേണ്ടിയിട്ട് ദൈവത്തോട് പ്രാർത്ഥിക്കണം, കർത്താവേ എനിക്ക് ഇന്ന ഒരു ആവശ്യമുണ്ട്, എൻ്റെ ദൈവം അത് ചെയ്തു തരണേ. എന്നാൽ എനിക്ക് 5 രൂപ കൊടുത്തോളം വാങ്ങിക്കാൻ കഴിയാഞ്ഞിട്ടല്ല, അന്ന് വൈകിട്ട്
ഈ ഞങ്ങൾ പുറത്തിറങ്ങുന്നതിന് മുമ്പ് നമ്മൾ 5 മണിയൊക്കെ ആകുമ്പോൾ പിള്ളേരെ കളിക്കാനും ഒക്കെ ആയിട്ട് പുറത്തു പോകും. ആ സമയമായപ്പോൾ പാസ്റ്ററും ആന്റിയും കൂടെ ഞങ്ങളുടെ AG ചർച്ചിലെ മുംബൈയിലുള്ള പാസ്റ്ററും ആന്റിയും കൂടെ വരുന്ന അവർ ആദ്യമായിട്ടും അവസാനമായിട്ടും 2 ചിറ്റൂസ് ഈ പിള്ളേർക്ക് വാങ്ങിച്ചുകൊണ്ടാണ് വരുന്നത്. അന്ന് ഒരിക്കലും അങ്ങനെ ചെയ്യാറില്ല. പക്ഷെ ആ ദൈവിക നീതി, ദൈവിക ആ വിശ്വാസത്തെ മാനിക്കുന്ന ഒരു ദൈവം, കുഞ്ഞുങ്ങൾക്കും അതുകൊണ്ട് പ്രാർത്ഥനയിലൊരു വിശ്വാസം വരാനും ഏത് കാര്യം ഞാൻ ഇപ്പോഴും പറഞ്ഞു കൊടുക്കും. ഇപ്പൊ കുഞ്ഞുങ്ങളൊക്കെ വിവാഹപ്രായം എത്തിയിട്ടുണ്ട് എങ്കിലും അവരോട് ഇപ്പോഴും പറഞ്ഞു കൊടുക്കും. ഓരോ സ്റ്റെപ്പ് വെക്കുമ്പോഴും ദൈവത്തോട് ആലോചന ചോദിക്കും, ദൈവമേ ഞാൻ ഇത് ചെയ്യാൻ പോകുക. അപ്പൊ ദൈവം ഹിതമല്ലാത്തതാണ്, ദൈവം ആ വഴി മുടക്കി തരും. ദൈവത്തിന്റെ ഹിതമാണെങ്കിൽ ആ വഴിയിലേക്ക് ഒരു മൂവിങ് ദൈവം തരും. അങ്ങനെ ഓരോ കാര്യങ്ങളും നടന്നു. അവിടെ വെച്ച് ഞാൻ ഈ സ്കൂട്ടറിൽ ഇങ്ങനെ സഞ്ചരിക്കുമ്പോൾ ഞാൻ പറഞ്ഞില്ലേ, അവിടെ ഡെവലപ്പായി വരുന്നതേ ഉള്ളൂ. ഒരു വലിയ നാഷണൽ ഹൈവേ, ആ ഹൈവേന്ന് ലെഫ്റ്റിലോട്ടൊക്കെ എടുക്കേണ്ട സിഗ്നലോ ഒന്നും തന്നിട്ടേ ഇല്ല. അപ്പൊ പല ഗല്ലികളിലേക്ക് നമ്മൾ ഗ്രാമങ്ങളിലേക്കോ അല്ലെങ്കിൽ ഓരോ സെക്ടറിലേക്കോ ഒക്കെ തിരിയുന്ന സ്ഥലങ്ങളുണ്ട്. അപ്പൊ ഇതിനൊരു ഗൈഡൻസ് അല്ലെങ്കിൽ ഒരു സിഗ്നല് അല്ലെ സൈൻ ബോർഡ് ഒന്നും ഇല്ലാത്തത് കാരണം നമ്മൾ ശ്രദ്ധിച്ചിരുന്ന് വേണം പോരാൻ. അപ്പൊ ഞാനിങ്ങനെ 2 മക്കളെയും പുറകെ വെച്ച് ആ ഹൈവേ കൂടെ വന്ന് വാശിന്ന് വന്ന് നേരുള്ളിലോട്ട് കയറേണ്ട സ്ഥലം അങ്ങോട്ട് കഴിഞ്ഞു പോയപ്പോഴാണ് ഞാൻ അറിയുന്നത്, അയ്യോ കഴിഞ്ഞല്ലോ എന്ന് വെച്ചിട്ട് പെട്ടെന്ന് വണ്ടി തിരിച്ച് ഇങ്ങോട്ട് എടുക്കുന്ന ഒരു സമയം എന്റെ പുറകെ വന്ന കാറ് ബ്രേക്ക് ചെയ്തത്, അവര് ബ്രേക്ക് ചെയ്താൽ ഒരു 1/2 കിലോമീറ്റർ പോയേ നിൽക്കത്തുള്ളൂ. അത്രയ്ക്കും സ്പീഡിലായി ഹൈവേ ആയതുകൊണ്ട് വണ്ടി വരുന്നത്. ഈ തലനാരിഴയ്ക്ക് വിടിവിച്ചെന്നൊക്കെ പറയുന്നത് പോലെ ഞങ്ങളെ ദൈവം അന്ന് വിടിവിക്കാനിടയായി. അല്ലെങ്കിൽ അന്ന് ഞങ്ങൾ 3 പേരും അവിടെ കാലിയാകേണ്ടതാ. എന്നാൽ സ്വർഗത്തിലെ ദൈവത്തിന്റെ കരുതൽ എത്ര വലുതാണ്. നമ്മളെ കൊണ്ട് ദൈവത്തിന് എന്തൊക്കെ ചെയ്തെടുപ്പിക്കണോ അതുവരെ നമ്മളെ നിലനിർത്തിയേ ദൈവത്തിന് പറ്റുകയുള്ളൂ. അതില് നമ്മളായിട്ട് ആയുസ് നീട്ടുന്നില്ല, ആരോഗ്യം നീട്ടുന്നില്ല, ശക്തിപ്പെടുത്തുന്നില്ല, ഒന്നുമില്ല. എല്ലാം കർത്താവിന്റെ കർത്താവിന്റെ സമയം, കർത്താവിന്റെ ഇഷ്ടം, അത് മാത്രമേ ഉള്ളൂ. അന്ന് ഞങ്ങളെ രക്ഷിച്ചെന്ന് പറയുന്നതിന്റെ പെട്ടെന്നുള്ള കാര്യം ഞാൻ പറയാം. 2 ദിവസം കഴിഞ്ഞപ്പോൾ ഈ സെയിം സ്പോട്ടില് എന്റെ മക്കളുടെ സ്കൂളിൽ പഠിക്കുന്ന ഒരു ടീച്ചർ പുതിയ ഒരു സ്കൂട്ടി എടുത്ത് ഓടിച്ചു തുടങ്ങിയതേ ഉള്ളൂ. ആ സെയിം സ്പോട്ടില് അവിടെ വെച്ച് ഇങ്ങനെ ഒരു മാറ്റപ്പെടാനിടയായിട്ടുണ്ട്. അപ്പൊ എനിക്ക് മനസ്സിലായി അവിടെ ഒരു ദുഷ്ടവ്യാപാരം ഉണ്ടായിരുന്നു തകർത്ത് കളയാൻ. എന്നാൽ കരുതുന്ന ദൈവം അല്ലെങ്കിൽ ദൂതന്മാരാൽ കാവൽ ചെയ്യപ്പെടുന്ന ദൈവമക്കളെ കരുതുന്നത് കൊണ്ടാണ് നമുക്ക് അവിടെ നിന്ന് ദൈവം അതിന് പകരം ജാതികളെ ദൈവം വിട്ടുകൊടുത്തു. അതാണ് ആ യെശയ്യാവിന്റെ പുസ്തകത്തിൽ അങ്ങനെ തന്നെ വചനമുണ്ട്. ഞാൻ അന്നേരമൊക്കെ ഐസ് പോലെയാ ദൈവസന്നിധി വന്ന് ഇരുന്നു പോകുന്നത്. കാരണം എത്രയോ നമുക്ക് ഭവിക്കാമായിരുന്ന ഇടങ്ങളിലാ ദൈവത്തിന്റെ അത്ഭുത കരം നമ്മെ വഴിമാറ്റി ശ്രേഷ്ഠകരമായിട്ട് നടത്തിക്കൊണ്ടു പോകുന്നതെന്ന് ഓർത്താൽ എത്ര സ്തുതിച്ചാലും മതിവരത്തില്ല. അങ്ങനെ അനേക അനർത്ഥങ്ങളിൽ നിന്നും അപകടങ്ങളിൽ നിന്ന് രോഗങ്ങളിൽ നിന്നും ഒക്കെ വിടുവിച്ച ദൈവത്തിന് ഞാൻ പൂർണ്ണ മഹത്വം കരയറ്റുന്നു. പലപ്പോഴും ഞാൻ ആ ഫ്ലാറ്റ് എടുത്ത സമയത്ത് ആ ഫൈനാൻഷ്യൽ ക്രൈസിസിൽ ഞാൻ പറഞ്ഞല്ലോ, ഫോൺ ചെയ്യാൻ പൈസ ഇല്ലാതെങ്കിൽ ദൈവം അതിനെ വഴിയൊരുക്കിയിട്ടുണ്ട്. എന്റെ സോഞ്ചായൻ ഖത്തറിലായിരിക്കുന്ന സോഞ്ചായനെ അതുപോലെ ആവശ്യങ്ങളുടെ മധ്യേ ദൈവം കരുതി നടത്തിയത് പല അനുഭവങ്ങൾ അദ്ദേഹത്തിനുണ്ട്. അദ്ദേഹം ഒരു ദിവസം സാക്ഷ്യം പറയുമ്പോൾ അതൊക്കെ കേൾക്കാനിടയാകും. പലപ്പോഴും അദ്ദേഹം മീറ്റിങ്ങുകളിലൊക്കെ അത് കോട്ട് ചെയ്ത് പറയാറുണ്ട്. അതായത് PG വർഗീസിന് ഒരു ബട്ടൺസ് കിട്ടിയ സംഭവമൊക്കെ പറയുകയില്ലേ, അതുപോലെ നമ്മളെ കരുതി നടത്തിയ അനേക അനുഭവങ്ങൾ നമ്മുടെ ജീവിതത്തിലുണ്ട്. എല്ലാം എടുത്തു പറയുന്നില്ല. അതുപോലെ ഈ സ്കൂട്ടറിൽ ഒരു ദിവസം എനിക്ക് 50 രൂപ എൻ്റെ ആകെ ഉള്ളൂ. എനിക്ക് പെട്രോൾ അടിക്കാൻ പൈസ ഇല്ല. ഞാൻ 50 രൂപയ്ക്ക് അടിച്ചേക്കാൻ പറഞ്ഞു. എന്നാൽ എന്റെ ഇപ്പം ആ ഡെപ്പോസിറ്റിന്റെ കാര്യം പറഞ്ഞ പോലെ തന്നെ എന്റെ സ്കൂട്ടറിൽ അടിക്കുമ്പോൾ അവരുടെ റീഡിങ് വരുന്നേ ഇല്ല. എന്റെ ടാങ്ക് അങ്ങ് ഫുള്ളാകുക. അപ്പൊ അവര് എന്റെ നിർത്തിച്ചേച്ച് അടുത്ത ആൾക്ക് അടിച്ചു, അവിടെയും റീഡിങ് വരുന്നുണ്ട്. പിന്നെ ഞാൻ 50-നല്ലേ അടിക്കാൻ പറഞ്ഞു, അവർക്ക് അതിൽ കൂടുതൽ എന്നോട് മേടിക്കാൻ പറ്റത്തില്ലല്ലോ. അതുകൊണ്ട് എന്റെ വേറെ പൈസയും ഇല്ല. ആ 50 രൂപ മേടിച്ചിട്ട് എന്റെ ഫുൾ ടാങ്ക് അടിച്ചു കിട്ടി. എനിക്ക് ആ 2-3 ആഴ്ചത്തേക്ക് എന്റെ കുഞ്ഞുങ്ങളെ കൊണ്ട് ആലയത്തിലേക്ക് പോകാന്നുള്ളതല്ലാതെ എനിക്ക് അധികം ഡ്യൂട്ടി ഒന്നുമില്ല. കുഞ്ഞുങ്ങളെ വാതുക്കലാണ് പഠിക്കുന്നത്, അവിടെ വണ്ടി എടുക്കേണ്ട ആവശ്യമില്ല. അപ്പോ എന്റെ ആഗ്രഹം അതാണ്, നിന്റെ ഹൃദയത്തിലെ ആഗ്രഹം അവൻ സാധിപ്പിച്ചു തരും. നമ്മൾ ഈ ലോകപരമായ ആഗ്രഹങ്ങൾക്ക് വേണ്ടി ഓടുമ്പോഴാണ് നമ്മൾ തെറ്റിപ്പോകുന്നത്. എന്നാൽ കർത്താവിനുള്ള സ്നേഹനിമിത്തം കർത്താവിന്റെ സന്നിധിയിൽ ഇരിക്കാന്, കർത്താവുമായിട്ട് സംസാരിക്കാന്, ആ ഒരു സാന്നിധ്യത്തിന്റെ മറവിലിരിക്കുമ്പോഴത്തെ സന്തോഷം അത് ഭയങ്കരമാണ്. 91-ാം സങ്കീർത്തനമൊക്കെ എല്ലാവരും സംരക്ഷണത്തിന് വേണ്ടി പ്രവർത്തിക്കുക. എന്നാൽ അത്യുന്നതിന്റെ മറവിൽ വസിക്കുകയും സർവശക്തന്റെ നിഴലിൻ കീഴിൽ പാർക്കുകയും ചെയ്യുന്നവനെ യഹോവയെ കുറിച്ച് അവൻ എന്റെ സങ്കേതവും കോട്ടയും ഞാൻ ആശ്രയിക്കുന്ന എന്റെ ദൈവം എന്ന് പറയും. അപ്പൊ എവിടെ നിന്നെല്ലാം അവനിരിക്കുന്നേ? അവന് തന്റെ വേട്ടക്കാരന്റെ കയ്യിൽ നിന്ന് നാശകരമായ മഹാമാരിയിൽ നിന്നും എന്നെ വിടുവിക്കും.
രാത്രിയിലെ ഭയത്തെ എനിക്ക് ഭയപ്പെടാനില്ല. പകൽ പറക്കുന്ന ഓരസ്ത്രങ്ങളും എന്നോട് ഏശത്തില്ല. പക്ഷെ നാം അവിടെ ആയിരിക്കണം, അത്യുന്നതന്റെ മറവിലായിരിക്കും. അതുപോലെ അതിന്റെ 14 വാക്യത്തിലൊക്കെ പറയുന്ന ഇതാണ്, ഞാൻ അങ്ങയോട് പറ്റിച്ചേർന്ന്, നീ എന്നോട് പറ്റിയിരിക്കുന്നതുകൊണ്ട് ഞാൻ നിന്നെ വിടുവിക്കുമെന്നാണ് പറയുന്നത്. അപ്പം അരക്കച്ച പറ്റുന്ന പോലെ ഇരമ്യാവിന്റെ പുസ്തകത്തിൽ പറയുന്നുണ്ട്, നമുക്ക് ആ പറ്റിച്ചേർന്നിരിക്കുന്ന അവസ്ഥ ഇല്ല എങ്കിൽ നമുക്ക് ഈ സംരക്ഷണം കിട്ടത്തില്ല. എല്ലാരും കാണിച്ച പോലെ ഞാനും പോയി സ്നാനപ്പെട്ടു, ഞാനും ആലയത്തിൽ പോകുന്നുണ്ട്, ഞാനും വരുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ടൊന്നും കാര്യമില്ല. കർത്താവിനൊരു പദ്ധതിയുണ്ട്. ആ പദ്ധതിയിലേക്ക് നമ്മളെ ഓരോരുത്തരെയും കൊണ്ടുപോകേണ്ടത് ആവശ്യമുണ്ട്. അതിനുശേഷം ഞങ്ങൾ 2010 ജൂണിലാണ് ഇവിടെ ഈ വില്ലയിൽ വന്ന് താമസമാക്കുന്നത്. അവിടെയും ദൈവത്തിന്റെ കരുതലിന്റെ അനേക അനുഭവങ്ങൾ ഞങ്ങൾ അനുഭവിക്കാനിടയായി. ഇവിടെ കൊണ്ടുവന്നപ്പോൾ ഞാൻ 1 വർഷം ആകാറായപ്പോൾ ദൈവത്തോട് ചോദിച്ചു, അപ്പച്ചൻ ഇവിടെ കൊണ്ടുവരാൻ ഒരു പദ്ധതി ഉണ്ട്, എന്റെ അപ്പായെ അതിനോടൊന്ന് സംസാരിക്കണം, എന്താണ് എന്റെ കർത്താവിനെ ഇവിടെ കൊണ്ടുവന്നത് എന്ന് പറയുമ്പം ദൈവത്തിന്റെ ആത്മാവിനോട് സംസാരിച്ചു. ഈ ദേശത്ത് കുഞ്ഞുങ്ങളുടെ ഇടയിലുള്ള ഒരു പ്രവർത്തനങ്ങളിലേക്ക്, അതായത് നമ്മൾ VBS എന്ന് പറയും, ഞാൻ ചിൽഡ്രൻസ് ഫസ്റ്റ് എന്ന പേരിലാണ് അത് പിന്നെ ചെയ്യാനിടയായത്. എന്നാൽ ദൈവം അത് ചെയ്യാൻ പറഞ്ഞപ്പോൾ ഞാൻ ആകെ കുഞ്ഞുങ്ങളെ ഈ VBSന് കൊണ്ടുപോയിട്ടും സൺഡേ സ്കൂളിൽ പഠിപ്പിച്ചിട്ടുമുള്ള ഒരു എക്സ്പീരിയൻസ് അല്ലാതെ എനിക്ക് വേറെ യാതൊരു എക്സ്പീരിയൻസും ഇല്ല. എന്നാൽ സ്വർഗത്തിലെ ദൈവത്തോട് ചോദിച്ചു, അപ്പൊ ഇങ്ങനെ ചെയ്യാൻ പറ്റും. അപ്പൊ ഞാൻ ഈ നാട്ടുകാരിയല്ല, എനിക്ക് ഇവിടുത്തെ ആൾക്കാരെ അറിയത്തില്ല, എനിക്ക് ആ ചർച്ചിൽ വരെ പോകാൻ അറിയാം, തിരിച്ചു വരാൻ അറിയാം, ചർച്ചിലെ കുറച്ച് പേരെ അറിയാം, ഞാൻ എങ്ങനെ ചെയ്യും അപ്പൊ എന്നൊക്കെ ചോദിച്ച് ഞാൻ ഇങ്ങനെ പല ദിവസങ്ങൾ ചോദിക്കുമ്പോൾ എന്നോട് പറഞ്ഞതിന്റെ അപ്പുറത്ത് പിന്നെ ദൈവത്തിന്റെ ഒരു ശബ്ദം എനിക്കില്ല. അപ്പൊ എനിക്ക് ഒരാഴ്ച കഴിഞ്ഞപ്പോൾ പേടിയായി തുടങ്ങി. കർത്താവെ, അങ്ങ് പറഞ്ഞിട്ട് അനുസരിക്കാതിരുന്നാൽ അതും പ്രശ്നമാകും, ഞാൻ എങ്ങനെയാ ചെയ്യണ്ടേ, എന്താ ചെയ്യണ്ടേ, എങ്ങനെയൊക്കെയോ ഫ്ലെക്സ് അടിച്ചു, ഡേറ്റ് ഫിക്സ് ചെയ്തു. ഈ ദേശത്തൊക്കെ ഉള്ള ഒരു കാര്യങ്ങളും ഞങ്ങൾക്ക് അറിയാൻ മേലെങ്കിലും പല വീടുകളിൽ നോട്ടീസ് അടിച്ച് കയറി ഇറങ്ങാൻ ഒക്കെ ഇടയായി. അവിടെ നിന്നെല്ലാമായിട്ട് ഈ പത്രോസ്, ഞാൻ അന്ന് ദൈവത്തോടും ഇങ്ങനെ തന്നെ പറഞ്ഞു, കർത്താവെ, പത്രോസ് വെള്ളത്തിന്റെ മീതെ നടക്കാൻ പറഞ്ഞു, ഞാൻ അങ്ങ് നടന്നു എന്ന് പറഞ്ഞ കണക്ക് കർത്താവിന്റെ മുഖത്തേക്ക് നോക്കി ഞാൻ ഇതിന് ഇറങ്ങുവാന്ന് പറഞ്ഞാ ഇറങ്ങിയത്. അതുപോലെ തന്നെ വല കീറുമാറൊരു കൂട്ടം കുഞ്ഞുങ്ങളെ ദൈവം തന്നു. അന്ന് ഞങ്ങളിവിടെ അവിടെ VBS ചെയ്യുന്ന സമയത്താണ് ഞങ്ങൾ അറിയുന്നത് വേറെ 4 എണ്ണം അടുത്തടുത്തുള്ള ചുറ്റുപാടുകളിലൊക്കെ നടക്കുന്നുണ്ട്. അവിടെ എല്ലാം 40 കുട്ടികള്, 30 കുട്ടികള്, 60 കുട്ടികൾ, അതിൽ കൂടുതലൊന്നും വന്നിട്ടില്ല. നമ്മുടെ അന്ന് 197 കുഞ്ഞുങ്ങൾ വരാനിടയായി. എവിടെ നിന്ന് ഇതെല്ലാം കൂടെ വന്നെന്ന് ഞങ്ങൾക്ക് പോലും അറിയത്തില്ല. എന്നാൽ കുഞ്ഞുങ്ങൾ 5 ദിവസം കഴിഞ്ഞ് പിരിഞ്ഞു പോകാത്ത അവസ്ഥയായിരുന്നു. ഞാൻ അന്നേരം ഇപ്പോൾ ഒരു ചിത്ര സ്റ്റുഡിയോയിലെ ഒരു ഹിന്ദു മനുഷ്യനാണ്, അദ്ദേഹത്തിന്റെ വീട് വാടകയ്ക്കെടുത്ത് പല റൂമുകളിലും മുറ്റത്തും ഒക്കെ ആയിട്ടാണ് ഗ്രൂപ്പ് തിരിച്ച് ക്ലാസ് ഒക്കെ കൊടുത്തത്. 5ാമത്തെ ദിവസം അദ്ദേഹം വന്ന് ഈ ക്രൗഡ് കണ്ടപ്പം പറഞ്ഞു, നിങ്ങളൊരു പ്രത്യേക കാര്യമാണ് ചെയ്തത്, ദൈവം നിങ്ങളെ ഉപയോഗിക്കുമായിരുന്നല്ലോ എന്നൊക്കെ ആ ഹിന്ദു മനുഷ്യനെയും തന്നെ സാക്ഷ്യം കേൾക്കാൻ ഇടയായി. അങ്ങനെ പലരും നമുക്ക് ചേർന്ന് നമ്മളോട് ചേർന്ന് ചർച്ചും ഒക്കെ ആയിട്ടും ടീച്ചേഴ്സിനെയൊക്കെ വേണമല്ലോ, എല്ലാവരും സഹകരിച്ച് കാര്യങ്ങളൊക്കെ നടത്തി. ആദ്യത്തെ വർഷം 2012 ഒറ്റ എണ്ണം നടത്തിയെങ്കിൽ പിന്നീട് ദൈവം എന്നോട് പറഞ്ഞു ഫോളോ അപ്പ് ചെയ്യാൻ പറഞ്ഞു. ആ ഫോളോ അപ്പ് ചെയ്യുമ്പോൾ 5-8 ക്ലബ്ബ് പലയിടങ്ങളിൽ പോയി ചെയ്യുവാൻ, ഓരോ മണിക്കൂർ വെച്ച് അവയർനെസ് ക്ലാസ് കൊടുക്കുവാൻ, വിവിധ ഹിന്ദുക്കളും ക്രിസ്ത്യൻസിലെ ഇതര ക്രൈസ്തവരും എല്ലാമായിട്ട് കുഞ്ഞുങ്ങൾ വരും. എന്നാൽ അവിടുത്തെ പേരൻസ് ഒക്കെ ഓരോ ദിവസവും എന്നോട് ചോദിച്ചു, നിങ്ങൾ അവിടെ എന്താ പറഞ്ഞു കൊടുക്കുന്നത്, ഞങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് പല മാറ്റങ്ങളും ഉണ്ടല്ലോ, അവർ 2 നേരം പല്ലു തേക്കാൻ തുടങ്ങിയിട്ടുണ്ടല്ലോ. ഇങ്ങനെ ചെറിയ ചെറിയ മാറ്റങ്ങൾ അവരുടെ ഭവനങ്ങളിൽ കുഞ്ഞുങ്ങൾക്ക് കാണാൻ തുടങ്ങി. അപ്പൊ നമ്മൾ അവയർനെസ് ക്ലാസ് പോലെ കൊടുത്ത് പിന്നെ ദൈവത്തിന്റെ വചനവും ഒക്കെ ആയിട്ടും കഥകളായിട്ടും ഒക്കെ അവര് പറഞ്ഞു കൊടുത്ത് മനസ്സിലാക്കും. മിഷണറി സ്റ്റോറീസ് കൊടുക്കും, പിന്നെ അവർക്ക് ഇൻട്രസ്റ്റ് ആയ ഗെയിമുകൾ കൊടുക്കും. അങ്ങനെ ഓരോന്ന് ചെയ്തു കൊടുത്തു. വളരെ അനുഗ്രഹിക്കപ്പെട്ടു. അപ്പം ഞാനിവിടെ വരുമ്പോൾ ഞാൻ ചില സ്വപ്നങ്ങൾ കാണുന്നുണ്ട്. എന്താ വന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല, ഇത് ആരുടെ ബാക്ക്ഗ്രൗണ്ടാ എന്താ ഒന്നും എനിക്ക് പിടികിട്ടുന്നില്ല. എന്നാൽ ഈ ക്ലബ്ബുകൾ രൂപീകരിച്ചു കഴിഞ്ഞ കുഞ്ഞുങ്ങളുമായിട്ടുള്ള അടുത്തുള്ള ഒരു ഇന്ററാക്ഷൻ മനസ്സിലായപ്പോഴാണ് മനസ്സിലാകുന്നത് പല ബാക്ക്ഗ്രൗണ്ടും ഞാൻ കണ്ട സ്വപ്നങ്ങളിൽ ഈ കുഞ്ഞുങ്ങളുടെ കുടുംബങ്ങളിലും നടന്നുകൊണ്ടിരിക്കുമായിരുന്നു. അപ്പോഴൊക്കെ നമുക്കൊരു കൺഫർമേഷനാ, ദൈവം ചുമ്മാതെയല്ല നമ്മളോട് ഇത് ഫോളോ ചെയ്യാനും ഇതിന്. കാരണം വർഷത്തിൽ ഒരു VBS നടത്തുക, അല്ലെങ്കിൽ വെക്കേഷൻ കിട്ടുമ്പോൾ അതൊക്കെ നടക്കുന്നുള്ളൂ. ഇപ്പോഴും ഒരു സെമിനാർ നടത്തുക, 1 ഡേ പ്രോഗ്രാം, ഇതൊക്കെ ചെയ്യാൻ പറ്റുന്നുള്ളൂ. പക്ഷെ ഒരു ക്ലബ് എന്ന് പറയുമ്പോൾ നമുക്ക് കുഞ്ഞുങ്ങളിലേക്ക് റീച്ച് ചെയ്യാൻ പറ്റും. ഇന്നത്തെ കുഞ്ഞുങ്ങൾക്ക് ഒരുപാട് പ്രശ്നങ്ങളുണ്ട്, ഒരുപാട് ഫ്രസ്ട്രേഷൻസ് ഉണ്ട്, അവർക്ക് വഹിക്കാൻ മേലാത്ത പോലെ പഠനഭാരങ്ങളുണ്ട്. ഭവനത്തിൽ നിന്നാണേലും പല മാതാപിതാക്കൾ തമ്മിലുള്ള ഈ സ്വരച്ചേർച്ചകളും മാതാപിതാക്കളുടെ ബാഡ് ക്യാരക്ടറും സാഹചര്യങ്ങളും ഒക്കെ കുഞ്ഞുങ്ങളെ ഒത്തിരി ബാധിക്കും.
പ്രതീക്ഷിക്കുന്നുണ്ട്. അതുകൊണ്ട് അവരെ ചേർത്ത് പിടിക്കാൻ ഒരു കൂട്ടം നമ്മളെ പോലുള്ളവർ എഴുന്നേറ്റേ പറ്റുള്ളൂ. കാരണം കുഞ്ഞുങ്ങളെ ആണ് അടുത്ത തലമുറ ദൈവം കണ്ടിരിക്കുന്നത്. അവര് ആവർത്തന പുസ്തകത്തിൽ എന്താ പറയുന്നത്? വചനം നമ്മുടെ വായിൽ തന്നിരിക്കുന്നത് അവരിലേക്ക് തലമുറയായി ദൈവമാണ് നമ്മുടെ സങ്കേതം. അപ്പൊ അവരിലേക്ക് നമ്മൾ വേണം. അവരെ ഉപേക്ഷിക്കുന്ന ദൈവമല്ല. നമ്മള് മുറിക്കകത്ത് ഓടാമ്പലിട്ട് നമ്മുടെ കുഞ്ഞുങ്ങളെ സൂക്ഷിക്കുമെന്ന് പറഞ്ഞ കർത്താവിന്റെ കൈകളിൽ കൊടുത്ത് പ്രാർത്ഥിക്കാനും അവർക്ക് വേണ്ടുന്ന അഡ്വൈസ് കൊടുക്കുവാനും അവയർനെസ്സസ് കൊടുക്കുവാനും ഒക്കെ നമ്മൾ ഉണ്ടായിരിക്കണം. ഈ പരിശുദ്ധാത്മ ശക്തി അവരുടെ മേൽ വന്നു കഴിഞ്ഞാല് പിന്നെ ഒരാൾ അവരെ ഉപദേശിക്കേണ്ട കാര്യമില്ല. അതുകൊണ്ട് അങ്ങനെ പരിശുദ്ധാത്മാവിനാൽ ആശ്രയിക്കപ്പെടാനായിട്ട് പിന്നെ അങ്ങനെ ക്ലബ്ബുകൾ രൂപീകരിച്ച് നടന്നുകൊണ്ടിരുന്നു. കുഞ്ഞുങ്ങളുടെ മോനെ എക്സാം ഒക്കെ കഴിഞ്ഞിട്ട് 3 ദിവസം ഉപസിക്കണമെന്ന് ഞാൻ എൻ്റെ കുഞ്ഞുങ്ങളോട് പറയാനിടയായി. ബിക്കോസ് ഞാനും എൻ്റെ സോമിച്ചായനും ഒക്കെ എങ്ങനെ രക്ഷയിലേക്ക് വന്നോ, എന്തായിരുന്നു ഞങ്ങളെ സ്പർശിച്ചത്, ആ കർത്താവിനെ അങ്ങനെ ഒരു സ്പർശനത്തോടെ എൻ്റെ കുഞ്ഞുങ്ങൾ അറിഞ്ഞു മാത്രം സ്നാനപ്പെടണമെന്ന് ഞാൻ അവരെ ആഗ്രഹിച്ചു. കാരണം കർത്താവിലായിട്ട് നിലനിന്നാലേ നിലനിൽക്കത്തുള്ളൂ. ആരുടെയെങ്കിലും പറഞ്ഞിട്ടോ നമ്മുടെ ഫോഴ്സിലോ ഒന്നും ഒരു പ്രായത്തിൽ കൊണ്ട് മുക്കിപ്പൊക്കാനുള്ളതല്ല. യേശു കർത്താവും ആ മാതൃക നമ്മൾക്ക് കാണിച്ചു തന്നു. തനിയെ തോന്നി അല്ലെ, ഇപ്പോൾ ഈ നീതി സകല നീതിയും നിവൃത്തിയാകേണ്ടതിന് നീ ഇത് ചെയ്യുക എന്ന് പറഞ്ഞ് യോഹന്നാനോട് പറയുക ചെയ്യുന്നത്. അപ്പം ഇത് ദൈവത്തിന്റെ നീതിയാ. അത് വേണ്ടവണ്ണം അക്സെപ്റ്റ് ചെയ്യാത്ത ഒരുത്തർക്കും നിലനിൽക്കാൻ പറ്റത്തില്ല. അതുകൊണ്ടാണ് ഇപ്പോഴും പലരും പൊഴിഞ്ഞു പോകുന്നത്. അപ്പൊ ഞാൻ അങ്ങനെ പ്രാർത്ഥിച്ച് കുഞ്ഞുങ്ങളോട് പറഞ്ഞു. അങ്ങനെ അവര് എക്സാം കഴിഞ്ഞ് കുറച്ചൊന്ന് റെസ്റ്റ് ഒക്കെ എടുത്തിട്ട് ഞങ്ങൾ ഉപവാസത്തോടും പ്രാർത്ഥനയോടും കൂടെ ഇരുന്നു. അവരെ ദൈവം അഭിഷേകം ചെയ്തു. രക്ഷയുടെ സന്തോഷം അവരെ അണിയിച്ചു. അവര് 2011 ജൂണില് അവര് സ്നാനപ്പെടുവാനിടയായി. 2010 ജൂണിലാണ് അവര് സ്നാനപ്പെടുവാനിടയായത്. അപ്പം ഞങ്ങൾ ഇവിടെ പ്രവേശിച്ചു കഴിഞ്ഞുള്ള പ്രാർത്ഥനയിലൊക്കെ ഇരിക്കുമ്പോഴാണ് ആ ഒരു ആലോചന ദൈവം തരുന്നത്. ഈ ഭവനത്തിലിരുന്ന് തന്നെ എൻ്റെ കുഞ്ഞുങ്ങൾ രക്ഷിക്കപ്പെടാനിടയായി. എൻ്റെ മോളെ 8ാമത്തെ വയസ്സിൽ തന്നെ കുടുംബ പ്രാർത്ഥനയിൽ രക്ഷിക്കപ്പെട്ടതാ. പിന്നെ കുഞ്ഞായിരുന്നുകൊണ്ട് നമ്മൾ അതിനെ അത്ര ഇതിനായിട്ട് മുമ്പോട്ട് വിട്ടില്ല. എന്നാലും അവളുടെ മേല് പിന്നെയും ആത്മാവിന്റെ ശക്തിയൊക്കെ വന്നു. ഇപ്പോഴും അവർ ജോലിയോടുള്ള ബന്ധത്തിൽ ബാംഗ്ലൂരായിരിക്കുന്നു. എന്നാൽ അവർക്ക് ആ ഒരു പുനരുത്ഥാനത്തിന്റെ ശക്തി അവരിൽ പിന്നെ പുതുക്കി കൊടുക്കണമെന്ന് ഞാൻ വീണ്ടും പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ്. നിങ്ങളുടെയും പ്രാർത്ഥനയിൽ ഞാൻ ഓർക്കണം. കാരണം എല്ലാവരും പഠനവും ജോലിയും തിരക്കും ഒക്കെ ആയി കഴിയുമ്പം ഒരു വ്യത്യാസങ്ങളുണ്ട്. അത് വരരുത്. കർത്താവിനോട് ചേർന്ന് ഒരു റൊട്ടീന് വേണ്ടി പ്രാർത്ഥിക്കുക എന്നുള്ളതല്ല, ദൈവശബ്ദം കേട്ട് അവർ കടന്നു പോകണം. ആ പരിശുദ്ധാത്മാവരെ ഗൈഡ് ചെയ്യണം. അങ്ങനെ അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നു. പിന്നെ ശുശ്രൂഷ മണ്ഡലങ്ങളില് 2012 ഇങ്ങനെ സ്കേന SKENA കൂടാരം അല്ലെങ്കിൽ തണൽ എന്നാണ് അർത്ഥം. അനേകർക്ക് അത് തണലായിരുന്നു. അനേക കുഞ്ഞുങ്ങളെ സഹായിപ്പാനും അവരുടെ ഭവനങ്ങൾ സന്ദർശിക്കാനും അവർക്ക് ഉത്തേജനം കൊടുക്കുവാനും കൗൺസിലിംഗ് കൊടുക്കാനും ഒക്കെ ദൈവം സഹായിച്ചുകൊണ്ടിരിക്കുന്നു. 8-10 ക്ലബ്ബുകൾ രൂപീകരിക്കാൻ സഹായിച്ചു. ഇങ്ങനെ കോവിഡിന് ശേഷം ഇതൊന്നും കണ്ടിന്യൂ ചെയ്യാൻ ഇതുവരെ കഴിഞ്ഞിട്ടില്ല. എല്ലാം പിന്നെ സൂമിലാണ് ചെയ്യുന്നത്. അങ്ങനെ ഒരു ഇതുണ്ട്. 2015 3 സ്ഥലങ്ങളിൽ ഞാൻ ഇങ്ങനെ VBS കർത്താവ് കൽപ്പിച്ചിട്ട് ചെയ്യുകയാ. അന്നേരം എന്നെ ഒരു രോഗത്താൽ ഭാരപ്പെടുത്തി. ശരിക്കും പറഞ്ഞാല് പിന്നെ തലവേദന എന്നുള്ളൊരു അസ്വസ്ഥത വന്നു. പെട്ടെന്ന് ബ്ലീഡിങ് ഉണ്ടാകാൻ ചാൻസ് ഉണ്ടെന്ന് പറഞ്ഞു. എന്നാൽ അതിന്റെ തലേ ദിവസം ഞങ്ങളുടെ ചർച്ചിലെ സൺഡേ സ്കൂളിന്റെ കാര്യത്തിനും എല്ലാം പിറ്റേ ദിവസം അവർക്ക് വാർഷികം ആയിരുന്നത് കൊണ്ട് സമ്മാനങ്ങൾ മേടിക്കുകയും അറേഞ്ച് ചെയ്യുകയും എല്ലാം ചെയ്തയാളാ. എന്നാൽ ഞായറാഴ്ച രാവിലെ എഴുന്നേറ്റപ്പോൾ എനിക്ക് എഴുന്നേറ്റ് ഇത് ചെയ്തു. പക്ഷെ പിന്നെ മിണ്ടാൻ മേലാതെ വണ്ണം തലവേദന. അന്ന് ഒരു വിധത്തിൽ ഞങ്ങൾ ചർച്ച് വരെ ഞാൻ വണ്ടി ഓടിച്ച് ചെന്നു എന്നേ ഉള്ളൂ. ശരിക്കും പറഞ്ഞാൽ കണ്ണുപോലും കാണത്തില്ലാത്ത ഒരു വേദനയായിരുന്നു അനുഭവിച്ചത്. എന്നാൽ ലോകമെമ്പാടും ഉള്ളവർ എൻ്റെ പ്രാർത്ഥനാ വിഷയം ഏറ്റെടുത്ത് പ്രാർത്ഥിക്കുവാനിടയായി. നമ്മളെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ ഒരു വലിയ ക്രിട്ടിക്കൽ സ്റ്റേജിലേക്ക് വരുമ്പോൾ എത്ര പ്രാർത്ഥിക്കുന്നവരാണേലും അന്നേരം പ്രാർത്ഥിക്കാനൊന്നും പറ്റത്തില്ല. നമ്മുടെ വേദനയാണ് നമ്മുടെ മുമ്പിൽ നിൽക്കുന്നത്. എന്നാൽ നമ്മൾ ഇപ്പം ആരോഗ്യമുള്ളപ്പം ഈ ബാങ്ക് ഡെപ്പോസിറ്റ്, ഞാൻ പലരോടും അത് പറയും, ബാങ്ക് ഡെപ്പോസിറ്റ് ചെയ്യുമ്പം ഒരു കാലത്ത് അതൊരു നല്ല എമൗണ്ട് ആയിട്ട് തിരിച്ചു കിട്ടും എന്ന് പറഞ്ഞതുപോലെയാണ് നമ്മൾ ഈ പ്രാർത്ഥന വചനധ്യാനം ആകുന്ന കാലത്ത് കണ്ണ് കാണാവുന്ന കാലത്ത് ആരോഗ്യമുള്ള കാലത്ത് വിതയ്ക്കുന്നത് പോലെ കൊയ്യുമെന്ന് പറഞ്ഞ പോലെ വചനം വിതയ്ക്കാൻ പോകാൻ പറ്റുമെങ്കിൽ അങ്ങനെ വിതയ്ക്കണം, പ്രാർത്ഥിക്കാനിരിക്കാൻ പറ്റുമെങ്കിൽ പ്രാർത്ഥിക്കാനിരിക്കണം. അങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ അതൊരു ഡെപ്പോസിറ്റ് ആയിട്ട് അവിടെ കിടക്കും. എപ്പോഴാണോ നമുക്ക് എമർജൻസി വരുന്നത് ആ സമയത്ത് അത് നമുക്ക് ഒരു പ്രവൃത്തി മണ്ഡലങ്ങളിലേക്ക് വരാനിടയാകും. ഞാൻ പറഞ്ഞില്ലേ, ഞാൻ പ്രാർത്ഥിച്ചിട്ടല്ല, ലോകമെമ്പാടുമുള്ളവർ എനിക്ക് വേണ്ടി അന്ന് പ്രാർത്ഥിച്ചു. ദൈവം അത്ഭുതകരമായ സൗഖ്യം തന്നു.
അപ്പം ഞാൻ ICUലൊക്കെ കിടന്നു. തിരിച്ചു ഇവിടെ വന്ന് റെസ്റ്റ് എടുക്കുന്ന സമയത്ത് ഞാൻ ചോദിച്ചു, കർത്താവേ ഇതെന്താ? അപ്പം യോബിന്റെ പുസ്തകത്തില് യോബിന്റെ പുസ്തകം 37-13 വാക്യത്തിൽ പറയുന്നത്, ശിക്ഷയ്ക്കായിട്ടോ ദേശത്തിന്റെ നന്മയ്ക്കായിട്ടോ ദയയ്ക്കായിട്ടോ അവൻ അത് വരുത്തുന്നു എന്ന്. അപ്പം ഈ ഞങ്ങളുടെ ചുറ്റുപാട്ടത്തിൽ അധികം ആരും വിശ്വാസികളായിട്ടൊന്നുമില്ല. ഒന്നോ രണ്ടോ വിശ്വാസികളൊക്കെ ഉള്ളൂ. അവരൊക്കെ ചിലരൊക്കെ NRIs സംടൈംസ് ഒക്കെ വരുത്തുന്നു. കൂടുതലും ജ്ഞാനായ കത്തോലിക്കര്, 2-3 ഹിന്ദുക്കള്. എന്നാൽ ഞാൻ എന്നാ എടുക്കുന്ന ഏത് ദേശത്ത് ചെന്നാലും ആദ്യമേ കൊണ്ടൊരു ട്രാക്റ്റും കൊടുക്കും, അത്യാവശ്യ കാര്യങ്ങൾ സംസാരിക്കും. നിന്ന പരിഹാസ അപമാനം ഒക്കെ ഉണ്ട്. അനു എന്നാ പാസ്റ്റർ ആകാൻ പോവുകയാണ്, എന്നെ അനു എന്നും വിളിക്കുന്ന ഒരു പേരുണ്ട് കേട്ടോ. അനു എന്താ പാസ്റ്റർ ആകാൻ പോവുകയാണോ എന്ന് വരെ ചോദിക്കുന്നവരുണ്ട്, ബൈബിൾ കോളേജിൽ പഠിക്കാൻ പോകുമ്പോഴും കൗൺസിലിംഗ് പഠിക്കാൻ പോകുമ്പോഴും ഒക്കെ. കാരണം ഈ കൗൺസിലിംഗിന് വെച്ചാൽ ഒരുപാട് കുടുംബങ്ങൾക്ക് വേണ്ടിയൊക്കെ സംസാരിക്കേണ്ട ആവശ്യം വന്നപ്പോൾ ഞാൻ കൗൺസിലിംഗ് പഠിക്കാനിടയായി. ബൈബിൾ കോളേജിൽ 2-3 കോഴ്സ് എടുത്തു. ഇപ്പോൾ ഞങ്ങൾ ബാബു ജോൺ വേട്ടമല സാറിൻ്റെ ഒരു ക്ലാസ്സിലാണ് അറ്റൻഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ ഒരു ഗ്രാജുവേഷൻ കഴിഞ്ഞ മാസം ഇവിടെ തിരുവാൻഡ്രത്ത് വെച്ച് ലണ്ടനിൽ നിന്നുള്ള സർട്ടിഫിക്കറ്റ് ഞങ്ങൾക്ക് ലഭിക്കാനിടയായി. അനേകരെ കർത്താവിൻ്റെ വചനത്തിലെ സത്യങ്ങളെ പഠിപ്പിച്ചെടുക്കണം എന്നുള്ളതാണ് അതിനകത്ത് ഉദ്ദേശം. കാരണം ഒത്തിരി തെറ്റുകൾ ഇന്ന് പഠിപ്പിച്ചു പോകുന്നുണ്ട്. അതുപോലെ ഗ്രീക്ക് ട്രാൻസ്ലേഷനിൽ വന്ന കുറ്റങ്ങളും കുറവുകളും ഇതൊക്കെ പരിഹരിച്ച് ഒരു പുതിയതല്ല, ദൈവവചനവുമായിട്ട് എത്രത്തോളം എക്സാക്ട്ലി ആ വേഡിലേക്ക് കടക്കാമോ അങ്ങനെ പോകുക എന്നുള്ളതാണ് അതിന്റെ ഉദ്ദേശം. 66 പുസ്തകങ്ങളും പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നു. ഞങ്ങൾ അതിന്റെ ഒരു നല്ല പോർഷൻ കഴിഞ്ഞപ്പോൾ ഞങ്ങൾക്ക് ഗ്രാജുവേഷൻ, ഇനി അതിന്റെ പോസ്റ്റ് ഗ്രാജുവേഷൻ ഉണ്ട്. അപ്പൊ അങ്ങനെ നമ്മൾ അതിനൊക്കെ പോകുമ്പം ഇതിനെല്ലാ ആൾക്കാർക്ക് ബുദ്ധിമുട്ടുണ്ട്. എന്നാൽ എൻ്റെ ഇതെന്ന് പറഞ്ഞാല് ഒരു വലിയ സ്നേഹബന്ധം ഇന്ററാക്ഷൻ ഒക്കെ വന്നു കഴിഞ്ഞിട്ട് നമുക്ക് അവരോട് ക്രിസ്തുവിനെ പറ്റി പറയാൻ പോയാൽ നമ്മുടെ ഭാഗം അവരെ അടിച്ചേൽപ്പിക്കാൻ ചെല്ലുക എന്ന് വിചാരിച്ചു. അതുകൊണ്ട് ഞാൻ എന്നെ എടുക്കും, ആദ്യമേ തന്നെ ട്രാക്റ്റ് കൊടുക്കും. പിന്നെ ഞാൻ പല മാഗസിനിൽ എഴുതാറുണ്ട്. ഇപ്പൊ ഹല്ലേലൂയ എന്ന പത്രത്തിന്റെ ഒരു റിപ്പോർട്ടറും കൂടെ ആയിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. PG വർഗീസ് അങ്കിളിൻ്റെത്, അട്ടപ്പാടിയിലുള്ള നമ്മുടെ മുരളീധര സാറിൻ്റെത്, ലാസ്റ്റ് കാനവച്ചൻ്റെത് എഴുതി ഇപ്പോൾ ഓരോന്നും എഴുതി അയച്ചിട്ടുണ്ട്. ഇങ്ങനെ ഓരോരുത്തരെ ഇന്റർവ്യൂ ചെയ്തൊക്കെ ഞാൻ എഴുതി അയക്കാറുണ്ട്. അപ്പം ഞാൻ ട്രാക്റ്റുകൾ എഴുതിയിട്ടുണ്ട്, കർത്താവ് എനിക്ക് തന്നത്. അപ്പം ഞാൻ ഈ മാഗസിൻ്റെ ഞാൻ എഴുതിയതിൻ്റെ കോപ്പികളൊക്കെ എന്നെ എടുക്കും. അങ്കിളെ ഇതൊന്ന് വായിക്കണേ എന്നൊക്കെ പറഞ്ഞ് കൊടുത്തേച്ച് പോരും. ഞങ്ങൾക്ക് ഇതൊന്നും ഇഷ്ടമല്ല, അനു പറഞ്ഞുകൊണ്ട് വായിച്ചേക്കാം എന്ന് പറഞ്ഞ് അവര് മേടിക്കും, വായിക്കും. ഞാൻ അത്രേ വിചാരിക്കുന്നുള്ളൂ. എനിക്ക് കൊടുക്കാനുള്ളത് ഞാൻ കൊടുത്താൽ എൻ്റെ ദൈവം എന്തെങ്കിലും പ്രവർത്തിക്കും. ദൈവം തെരഞ്ഞെടുത്തിട്ടുള്ളതാണോ അതിന് ഒരു വാക്ക് മതി. എത്രയോ ട്രാക്റ്റുകൾ നിലത്ത് ചവിട്ടിക്കളഞ്ഞത് വേറൊരാളെടുത്ത് രക്ഷിക്കപ്പെട്ടിരിക്കുന്നു. അതുകൊണ്ട് കർത്താവിന് പദ്ധതി ഉണ്ടെങ്കിൽ അതൊക്കെ ചെയ്യും. അതുകൊണ്ട് 1-2 വിധത്തിൽ ട്രാക്റ്റുകൾ എഴുതാൻ ദൈവം സഹായിച്ചു. ഇപ്പോൾ ഒരു ബുക്ക് എഴുതാനുള്ള ആഗ്രഹത്തിൽ അത് ചെയ്തുകൊണ്ടിരിക്കുന്നു. ഒന്നും പൂർത്തീകരണത്തിലേക്ക് വന്നിട്ടില്ല. അതുകൊണ്ട് നമ്മൾ എന്താ ചെയ്യേണ്ടത്? സമാധാനത്തെ ഘോഷിച്ച് നന്മയെ സുവിശേഷിക്കുകയും രക്ഷയെ പ്രസിദ്ധമാക്കുകയും സിയോനോട് നിന്റെ ദൈവം വാഴുന്നു എന്ന് പറയുകയും ചെയ്യുന്ന സുവാർത്ത ദൂതന്റെ കാൽ പർവ്വതങ്ങളിൽ എത്രയോ മനോഹരമെന്ന് യെശയ്യാവിന്റെ പുസ്തകം 52 അധ്യായത്തിൽ പറയുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ നമുക്ക് വേണ്ടി ദൈവം ചെയ്ത നന്മകളെ പറയാനും ചെയ്യാനും ആ കർത്താവിനെ രക്ഷകനായി സ്വീകരിച്ച് മുന്നോട്ട് പോകാനും അനേകരെ ആഹ്വാനം ചെയ്യാൻ നമ്മളെയാണ് ഉത്തരവാദിത്വം ഏൽപ്പിച്ചിരിക്കുന്നത്. എന്നാൽ അപ്പം 2015 എൻ്റെ ആ രോഗത്തിൽ നിന്ന് ദൈവം എന്നെ വിടിപ്പിച്ചു. അന്ന് 3 ചെയ്യാനുണ്ടായിരുന്നത്. ഒരിടത്ത് ഞാൻ ഇപ്പോഴും ഓർക്കുന്നു, മാന്നാനം എന്ന് പറഞ്ഞ സ്ഥലത്ത് ഒരു കോളനിയിൽ ഞങ്ങൾ ചെയ്യാൻ ചെല്ലുമ്പോൾ പലപ്പോഴും അവിടെ ബുദ്ധിമുട്ടുകൾ വന്നായിരുന്നു. എന്നാൽ പിന്നെ എന്ന് വെച്ചാൽ അവിടുത്തെ റെസിഡൻഷ്യൽ അസോസിയേഷനിലെ വലിയ പോലീസ് ഓഫീസർ പ്രൊഫസർമാരല്ല, അവര് ചോദിച്ചു ഗീത പഠിപ്പിച്ചു കൊടുക്കാവോ എന്ന് ചോദിച്ചു. അവരൊക്കെ ഇങ്ങനെ നമ്മളെ വിളിച്ചിരുത്തി ഇങ്ങനെയൊക്കെ ചെയ്യാൻ പോകുന്നു കണ്ടപ്പം മീറ്റിങ്ങുകൾ വിളിച്ചിരുത്തി. ഞാൻ പറഞ്ഞു ഗീത ഞാൻ പഠിച്ചിട്ടില്ല, ഞാൻ ചെയ്യുന്നത് ഇന്നതൊക്കെയാണെന്ന് പറഞ്ഞ് അവയർനെസ് ക്ലാസ്സും പാട്ടും ഒക്കെ അവരെ കാണിച്ചു കൊടുത്തു. എന്നാൽ സോജാൻ എന്നോട് പറഞ്ഞത് ഇച്ചിരി ബുദ്ധിമുട്ടായിരിക്കുമല്ലോ, അവര് വലിയ പ്രതികൂലം അവിടെ നേരിട്ട് എന്ത് ചെയ്യുമെന്നൊക്കെ. അപ്പോൾ നമ്മളോട് ദൈവം അങ്ങനെ ഒരു ഗൈഡൻസ് തരുമ്പോഴാണ് നമ്മൾ അതിനെല്ലാം സ്റ്റെപ്പ് വെക്കുന്നത്. അപ്പം ഞാൻ വന്നിരുന്ന് അന്ന് പ്രാർത്ഥിക്കുമ്പോഴത്തേക്കും ദൈവത്തിന്റെ ആത്മാവ് സംസാരിക്കുക. അപ്പസ്തോല പ്രവൃത്തി 23 അധ്യായത്തിലും 18 അധ്യായത്തിലും ഒരേപോലെ പൗലോസിനോട് പറഞ്ഞ ഒരു വാക്യമുണ്ട്. അത് 2 പ്രാവശ്യം ഇതുപോലുള്ള ദൈവത്തിന്റെ വേലയ്ക്ക് ഇറങ്ങി തിരിച്ചപ്പോൾ ദൈവം എനിക്ക് ആ 2 അധ്യായത്തിൽ നിന്ന് മാറി മാറി എന്നെ ഉത്തേജിപ്പിച്ചതാണ്. അത് 23:11 ഇങ്ങനെയാ പറയുന്നത്, രാത്രിയിൽ കർത്താവ് അവന്റെ അടുക്കൽ നിന്ന് ധൈര്യമായിരിക്കുക, നീ എന്നെ കുറിച്ച് യെരുശലേമിൽ സാക്ഷീകരിച്ചതുപോലെ റോമയിലും സാക്ഷീകരിക്കേണ്ടതാകുന്നു എന്നരുളി ചെയ്തു എന്ന് പറഞ്ഞു. അപ്പം നമുക്ക്
ഒരു ആഹ്വാനം കിട്ടി. ഇത് ഇവിടെ ഈ മൂലയിടത്തെ ചുറ്റുവട്ടത്ത് കിടന്ന് വട്ടം കറങ്ങാനുള്ളതല്ല, അല്പം കൂടെ അകലോട്ട് മാറി നിനക്കത് ചെയ്യേണ്ടത്, ഞാൻ നിന്നോട് കൂടെ ഉണ്ട്, പേടിക്കണ്ടെന്ന് പൗലോസിനെ ധൈര്യപ്പെടുത്തി ദൈവം എന്നെ ധൈര്യപ്പെടുത്തി. അപ്പൊ ഞാൻ അച്ഛനോട് പറഞ്ഞാ ഇങ്ങനെ ദൈവത്തിന്റെ വചനം നമ്മളെ ധൈര്യപ്പെടുത്തുന്നുണ്ട്, നമുക്ക് അങ്ങനെ നിലക്കാം, മുന്നോട്ട് കൊണ്ടുപോകാം. അപ്പോഴത്തേക്കും അവിടുത്തുള്ള റെസിഡൻഷ്യൽ അസോസിയേഷനില് അവര് രണ്ടും തമ്മിൽ പരീശരും സദൂക്യരും തമ്മിൽ ചിത്രിച്ചു എന്ന് അതിന്റെ മുകളിൽ ഒരു വാക്യം പിന്നീടാണ് ഞാനത് കാണുന്നത്. എന്ന് പറഞ്ഞ കണക്ക് അവിടെ എന്തോ ഇത് വന്നിട്ട് അവിടെ നിന്ന് ഇങ്ങോട്ട് എന്നെ വിളിക്കുക, മാഡം വരണം, മാഡം ഇത് നടത്തണം കേട്ടോ. അപ്പൊ ഞാൻ ഇവർക്ക് എങ്ങനെ ഇത്ര പെട്ടെന്ന് ഒരു മാനസാന്തരം വന്നേ, എനിക്ക് അന്നേരവും പിടികിട്ടിയില്ല. പിന്നീട് ഞാൻ ബൈബിള് വായിച്ച് പിന്നെ അവിടെ ചെന്നപ്പോഴത്തെ അന്തരീക്ഷമൊക്കെ കണ്ടപ്പോൾ എനിക്ക് കാര്യം പിടികിട്ടി. ഇവര് തമ്മിൽ ഒരു ഇഷ്യൂ ആയി, അവരുടെ പ്രസ്റ്റീജിന്റെ വിഷയം, ഒരു കൂട്ടർക്ക് നടത്തണം, ഒരു കൂട്ടർക്ക് നടത്തണം. അപ്പൊ അവരെ ദൈവം അങ്ങ് കൺട്രോൾ ചെയ്തു. എനിക്ക് പ്രൊട്ടക്ഷനായി നടത്തേണ്ട ആൾക്കാർ അവിടെയുണ്ട്, ഒരു പ്രയാസമില്ല. എന്നാലും ഞാൻ അവിടെ അത് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഒരു ദിവസം ഒരു ദൈവദാസൻ അവിടെ ഞങ്ങളെ കാണാൻ വന്നു. എനിക്കറിയത്തില്ലാത്ത ആളാണ്, ആരാ ഇതിന്റെ അഡ്മിൻ ആയിട്ട് നിൽക്കുന്നതെന്നുള്ളതിൽ എന്നെ വിളിച്ച് സംസാരിച്ചപ്പോ എന്നോട് പറയുക, ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി ഉപവസിച്ച് പ്രാർത്ഥിക്കുക, ഈ കോളനിയുടെ മുറ്റത്ത് പിന്നെ എന്നാ വെട്ടി കൊല ചെയ്തതാ, ആരാണ്ട് വെട്ടി ഒന്ന് പഞ്ചായത്തിന്റെ വലിയൊരു ഹോളല്ലേ, അങ്ങനെയൊക്കെ ഉള്ള ഒരു ബാഡ് ഇത് പിടിച്ച ഒരു ദേശമായിരുന്നു. സിൻസിയറായിട്ടൊക്കെ എനിക്ക് അതിനുള്ള അഭിഷേകമോ ശക്തിയോ ബലമോ ഉണ്ടായിട്ടല്ല, കർത്താവ് എന്തു പറഞ്ഞു അതിന്റെ സ്റ്റെപ്പ് വെച്ചു, കർത്താവിന്റെ ദൂതന്മാര് കാവലുണ്ടായിരുന്നു എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അപ്പൊ അവര് പറയുക, ഞങ്ങൾ ഉപസിച്ച് പ്രാർത്ഥിക്കുകയായിരുന്നു, നിങ്ങൾ ഇങ്ങനെ ഒരു, കാരണം അവർക്ക് ഇതിന്റെ ബാക്ക്ഗ്രൗണ്ട് അറിയാവുന്നതുകൊണ്ട് ആരും ഇവിടെ സ്റ്റെപ്പ് വെക്കത്തില്ല. പക്ഷെ നമുക്കൊന്നും അറിയത്തില്ലാത്തതുകൊണ്ട് കർത്താവ് പറഞ്ഞതിന് പോയതാ. അങ്ങനെ ദൈവത്താല് അത് നടക്കുവാനിടയായി. ഞാൻ പറയുന്നത്, നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കാനൊക്കെ ദൈവം ആൾക്കാരെ ഒരുക്കുന്ന കേട്ടോ. നമ്മളൊന്നും ഈ പറഞ്ഞ കണക്ക് ഒത്തിരി പ്രൊട്ടക്ഷനോ അല്ലെങ്കിൽ കരുതലുകളോ ഒന്നും നമ്മൾ ഈ ലോകപരമായിട്ട് ചെയ്താല് ഒന്നും അല്ല. എന്നാൽ സ്വർഗത്തിലെ ദൈവം അതെല്ലാം ചെയ്തു. പിന്നീട് ഇതുപോലൊരു ഇത് ചെയ്തപ്പോൾ 18 അധ്യായം 9 വാക്യം അപ്പസ്തോല പ്രവൃത്തി പറയുന്നത്, നീ ഭയപ്പെടാതെ പ്രസംഗിക്കുക, മിണ്ടാതെ ഇരിക്കരുത്, ഞാൻ ഇന്ന് നിന്നോട് കൂടെയുണ്ട്, ആരും നിന്നെ കയ്യേറ്റം ചെയ്യത്തില്ല, ദോഷപ്പെടുത്തുകയുമില്ല, ഈ പട്ടണത്തിൽ എനിക്ക് വലിയ ജനമുണ്ട്. അങ്ങനെ ദൈവം ഇങ്ങനെ വചനങ്ങൾ തന്ന് നമ്മളെ ബലപ്പെടുത്തുന്നത് കൊണ്ട് കർത്താവിന് വേണ്ടി നിലനിൽക്കാൻ ഇന്ന് വരെ സഹായിച്ചു. അങ്ങനെ ആ ചിൽഡ്രൻസ് മിനിസ്ട്രി നടക്കുന്നുണ്ട്, അനേക ഇടങ്ങളിൽ മെസ്സേജിന് ദൈവം വിളിച്ചപ്പോൾ പോകുന്നുണ്ട്. അതുകൂടാതെ യൂത്ത് പ്രയർ മിനിസ്ട്രി എന്ന് പറഞ്ഞ ഒരു ദൈവ വേല ഇപ്പൊ ചെയ്യുന്നുണ്ട്. അത് യാക്കോബിന്റെ ലേഖനം 1 അധ്യായം 28 വാക്യത്തിൽ ഇങ്ങനെ പറയുന്നുണ്ട്, അനാഥരെയും വിധവമാരെയും അവരുടെ സങ്കടങ്ങളിൽ ചെന്ന് കാണുക, അതാണ് യഥാർത്ഥ ഭക്തി എന്ന് പറഞ്ഞുകൊണ്ട് ദൈവത്തിന്റെ വചനം പറയുന്നുണ്ട്. അതുകൊണ്ട് ദൈവത്തിന്റെ വചനം എങ്ങനെ നമ്മളോട് ഇടപെടുന്നോ അതുപോലെ കർത്താവിന് വേണ്ടി നിലനിൽക്കുവാനും പ്രവർത്തിക്കുവാനും ദൈവം നമ്മളെ ഓരോരുത്തരെയും സഹായിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ അധികം മുന്നോട്ട് പോകാതെ ഈ കാര്യങ്ങളിലേക്ക് കിടക്കാം. 1 അധ്യായം 27 വാക്യം ഇങ്ങനെയാ പറയുന്നത്, സങ്കടത്തിൽ ചെന്ന് കാണുന്നു, ലോകത്താലുള്ള കളങ്കം പറ്റാതെ തന്നെ കാത്തുകൊള്ളുന്നതുമാകുന്നു ദൈവത്തിന്റെ പിതാവായ ദൈവത്തിന്റെ മുമ്പാകെ ശുദ്ധവും നിർമ്മലവുമായ ഭക്തി എന്നാണ് പറയുന്നത്. അതുപോലെ ദൈവത്തിന്റെ വചനം നമ്മളെ നടത്തുവാനിടയാകട്ടെ. ഒരിക്കലും തളർന്നു പോകാതെ ക്ഷീണിച്ചു പോകാതെ മുന്നോട്ട് പോകുവാൻ ദൈവത്തിന്റെ അത്ഭുതകരം നമ്മളോട് കൂടെ ഇരിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥനയോടെ വീഴാതെ വണ്ണം നിങ്ങളെ സൂക്ഷിച്ച് തന്റെ മഹിമാസനത്തിൽ കളങ്കമില്ലാത്തവരായി ആനന്ദത്തോടെ നിർത്തുവാൻ ശക്തിയുള്ളവന് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ മുഖാന്തരം നമ്മുടെ രക്ഷിതാവായ ഏക ദൈവത്തിന് തന്നെ സർവ്വകാലത്തിനും മുമ്പ് ഇപ്പോഴും സദാകാലത്തും തേജസ്സും മഹിമയും ബലവും ബഹുമാനവും അധികാരവും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ആമേൻ ആമേൻ. ഇത്രയും സമയം അനുവദിച്ചു തന്നല്ലോ. നമ്മൾ എല്ലാ തിങ്കളാഴ്ചയും ഒരു യൂത്ത് പ്രയർ മിനിസ്ട്രി ചെയ്യുന്നുണ്ട്. 9 മുതൽ 10 വരെ രാവിലെ AGMDCയുടെ സൂം ലിങ്കിലാണ് അത് ചെയ്യുന്നത്. 24/7 ആണ് അതിന്റെ പ്രാർത്ഥനാ ലിങ്ക്. ആർക്കെങ്കിലും ജോയിൻ ചെയ്യാൻ സന്തോഷമുണ്ടെങ്കിൽ, അത് ശരിക്കും പറഞ്ഞാൽ ഒത്തിരി ദേവദാസന്മാരുടെ ഭാര്യമാര് വേർപാടിന്റെ ദുഃഖത്താൽ ഒറ്റപ്പെട്ടു പോയിട്ടുണ്ട്. അവരെ താങ്ങാനോ അവരെ പിന്നീട് കരുതാനോ ആരും ഉണ്ടാകാത്ത ഒരവസ്ഥ കണ്ട് ഞാൻ അങ്ങനെ, എന്നാൽ സിറാഫത്തിലെ വിധവയുടെ അടുത്തേക്കല്ലാതെ മറ്റൊരിടത്തേക്ക് അയച്ചില്ലല്ലോ എന്ന് പറയുന്നത് പോലെ ഒരുപാട് പേരങ്ങനെയുണ്ട്. എല്ലാവരുടെയും അടുത്തേക്ക് എന്നെ അയച്ചിട്ടില്ല. ചിലതിനെ ദൈവം അങ്ങനെ പെറുക്കിയെടുക്കാൻ പറഞ്ഞു. അതിനെയൊക്കെ ദൈവം അങ്ങനെ ചെയ്യുന്നുണ്ട്. എനിക്ക് തോന്നുന്നു നിങ്ങളൊക്കെ ശ്രദ്ധിച്ചു കാണും. ഒരു ചാണ്ടി പാസ്റ്ററും 2 പെൺമക്കളും വെള്ളത്തിൽ വീണ് മരിച്ചതിന്റെ, ഞാൻ ആ സ്ത്രീയെ ചെന്ന് കാണാൻ ദൈവാത്മാവ് എന്നോട് ഉത്തേജിപ്പിച്ചപ്പോൾ ചെന്ന് കണ്ടപ്പോൾ വളരെ താഴോട്ട് പോകുന്നൊരവസ്ഥ. ഞാൻ അവരെ ഫോണിൽ കൂടെയും അല്ലാതെ ചെന്ന് കണ്ടും ഒക്കെ ഉത്തേജിപ്പിച്ച് പുറത്തു കൊണ്ടുവന്നു. എന്നിതാണ് AGയിലെ ഒരു പാസ്റ്ററുടെ വൈഫായിട്ട്
പിന്നെ ഓമല്ലൂര് ജീവിക്കുന്നു. കാരണം അല്ലെങ്കിൽ അവര് മറ്റൊരു ലെവലിലേക്കായി പോകുമായിരുന്നു. ഒരു പ്രാവശ്യം ഞങ്ങളുടെ സൂം മീറ്റിങ്ങിൽ പുള്ളിക്കാരി വന്ന് സംസാരിക്കാനിടയായി. അനു സിസ്റ്റർ അന്ന് എൻ്റെ അടുത്ത് കടന്നു വന്നില്ലായിരുന്നേ, ഞാൻ ഇന്ന് ആ ദേശത്ത് ഒരു ഭ്രാന്തിയായിട്ട് അലഞ്ഞു തിരിയേണ്ടി വന്നതിനാണ്. കാരണം ദൈവത്തിന് ഒരു പദ്ധതി ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. എല്ലാവരുടെയും അടുത്തേക്ക് എന്നെ വിടുന്നില്ല, സംടൈംസ് അങ്ങനെയുള്ളവരെ. ഇപ്പോഴ് ഞങ്ങളുടെ ഗ്രൂപ്പിലുള്ള വിധവമാരായ 5 പേർക്ക് ദൈവം ഭവനം കൊടുത്തു. ഇതൊക്കെ ഞങ്ങളുടെ പ്രാർത്ഥന മാത്രമേ അതിന് സപ്പോർട്ടുള്ളൂ. ഈ ഒരുപാട് പണപരമായ ഇടപാടുകൾ നമ്മൾ ഓരോരുത്തരെ കണക്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അത് ദൈവത്തിന്റെ ഹിതമാണ്. അങ്ങനെയൊക്കെ ദൈവവേലയിൽ വർദ്ധിച്ചു വരുവാനായിട്ട് പിന്നെയും ഇടയാക്കേണ്ടതിന് എല്ലാവരുടെയും പ്രാർത്ഥന ചോദിക്കുന്നു. ഈ സമയം അനുവദിച്ചെന്ന ഈ ജോയ്സ് ഈ TV-യോടുള്ള സന്തോഷം അറിയിക്കട്ടെ, നന്ദി അറിയിക്കട്ടെ. വീണ്ടും വരുന്നവനായ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ നമുക്ക് പിന്നെ മുന്നോട്ട് പോകാൻ സാധിച്ച സന്തോഷത്തോടെ നിലനിൽക്കാം. ആത്മാവ് നമ്മളെ ഉത്തേജിപ്പിക്കട്ടെ, നടത്തട്ടെ. ഗോഡ് ബ്ലസ് യു. ആമേൻ. താങ്ക് യു സിസ്റ്റർ. ഗോഡ് ബ്ലസ് യു. കർത്താവ് ഉപയോഗിക്കുന്നല്ലോ. ഇനി അനേകർക്ക് ആശ്വാസവും തണലും ഒക്കെ ആക്കി കർത്താവ് തീർക്കട്ടെ. സിസ്റ്റർ ഒന്ന് പ്രാർത്ഥിച്ചാട്ടെ. ഹല്ലേലൂയ. സ്തോത്രം, സ്തോത്രം. Glory to the Lord, glory to the Lord, hallelujah. ക്രൂശുമേന്തി പോയിടും ഞാൻ യേശുവിന പോയിടും ഞാൻ, താൻ വിളിച്ചാൽ പോയിടും ഞാൻ യേശുവിനായി ഏതു നാട്ടിലും. യേശുവിനായി ഞാൻ പോകും, യേശുവിൻ വാക്കു കേൾക്കും, യേശുവിൻ വേല ചെയ്യുമേ. ഗ്ലോറി ടു ദ ലോർഡ്. സ്വർഗീയ പിതാവേ, തൃക്കരങ്ങളിലേക്ക് ഞങ്ങളെ സമ്പൂർണ്ണമായി സമർപ്പിക്കുന്നു. സ്വർഗത്തിലും ഭൂമിയിലും നാഥനായിരിക്കുന്ന, സർവ്വലോകത്തിന്റെ ഉടയവനായിരിക്കുന്ന, സർവശക്തൻ, സർവ്വ അധികാരവുമുള്ളവൻ, സർവജ്ഞാനിയായ അപ്പന്റെ പാദപീഠത്തുങ്കൽ ഞങ്ങളായിരിക്കുന്ന കർത്താവേ, ഒന്നിലും പുകഴാൻ ഞങ്ങൾക്കൊന്നുമില്ല കർത്താവേ. നടത്തുന്നതും നിലനിർത്തുന്നതും എല്ലാം എൻ്റെ ദൈവമായിരിക്കാൻ ആ ദൈവത്തിന്റെ കൃപ ഞങ്ങളോട് കൂടെ എന്നേക്കും ഇരുന്ന് ഞങ്ങളെ വഴി നടത്തണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളിൽ നല്ല പ്രവൃത്തി ആരംഭിച്ചവൻ അത് കർത്താവെ അവസാനത്തോളം എന്റെ ദൈവമേ അത് നിലനിർത്തുന്നതിനായി ഞങ്ങൾ സ്തോത്രം ചെയ്ത് പ്രാർത്ഥിക്കുന്നു കർത്താവെ. ആരംഭത്തിൽ തന്നെ അവസാനവും പൂർവ്വകാലത്ത് തന്നെ മേലാൽ സംഭവിക്കാനുള്ളതും ഞാൻ പ്രസ്താവിക്കുന്നു. എന്റെ ആലോചന നിർത്തിയാകും. ഞാൻ എന്റെ താല്പര്യമൊക്കെയും അനുഷ്ഠിക്കുമെന്ന അപ്പയുടെ വചനമാണല്ലോ കർത്താവെ. അങ്ങ് കണ്ടിരിക്കുന്ന ജനത്തോട്, അങ്ങ് വിളിച്ചു വർദ്ധിച്ച ജനത്തോട് കർത്താവിന്റെ പദ്ധതി നിറവേറ്റപ്പെടണമെന്ന് ഞങ്ങൾ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. അപ്പാ ഹല്ലേലൂയ. തളർന്നു പോകരുതേ, ക്ഷീണിച്ചു പോകരുതേ. അപമാനമേൽക്കുമ്പോൾ കർത്താവിന് വേണ്ടി അത് വിധയായി തീരുവാൻ, കൊയ്ത്തായി തീരുവാൻ, ദൈവത്താൽ നിയന്ത്രിക്കപ്പെടുവാൻ ദൈവം സഹായിക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നപ്പാ. ഹല്ലേലൂയ. ഞങ്ങളുടെ ഹല്ലേലൂയ ആത്മാവിനെ അനുസരിച്ച് നടക്കാൻ എല്ലാവരെയും ദൈവം സഹായിക്കണം. ഈ സാക്ഷ്യം കേട്ടവരെ, വചനം കേട്ടവരെ ഒക്കെ കർത്താവ് തൊടണമേ. അപ്പന്റെ ഹല്ലേലൂയ സ്നേഹത്തെ രുചിച്ചറിയാൻ കൃപ കൊടുക്കണമേ. ആരും ഭാരപ്പെടരുതേ. ദേശത്തോട് കനിവ് കാണിക്കണം, സഭകളോട് കനിവ് കാണിക്കണം കർത്താവ്. വ്യക്തി ജീവിതങ്ങളോട്, കുടുംബങ്ങളോട്, തകർന്ന കുടുംബങ്ങളെയൊക്കെ ദൈവം പണിയണം. യെരൂശലേമിനെ പണിയുന്ന ദൈവം ഇസ്രായേൽ നെഹമ്യാവ് പറയുന്നത് പോലെ അവനവന്റെ കുടുംബത്തിന്റെ ഹല്ലേലൂയ ഭവനത്തിന്റെ അറ്റകുറ്റപ്പണികൾ അവരവർ തീർക്കട്ടെ എന്ന് പറഞ്ഞതുപോലെ ദിവസങ്ങളിൽ എവിടെയൊക്കെ കർത്താവെ ഹല്ലേലൂയ പാടുകളുണ്ട്, കേടുകളുണ്ടെന്ന് നോക്കി കർത്താവെ അതിനെ തിരുത്തി മുന്നോട്ട് പോകുവാൻ അനേക കുടുംബങ്ങളെ സഹായിക്കണം. അനേക തലമുറകളെ അങ്ങനെ വാർത്തെടുക്കാൻ ദൈവം കൃപ ചെയ്യണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഈ ഹല്ലേലൂയ ഈ ഓൺലൈൻ കർത്താവെ ആയിട്ട് ഇവർ ചെയ്യുന്ന ഈ മിനിസ്ട്രിയെ ദൈവം അനുഗ്രഹിക്കുകയും സഹായിക്കുകയും ചെയ്യണമെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. ദൈവത്താൽ അവർ നിയന്ത്രിക്കപ്പെടട്ടെ. അനേകർക്ക് അവർ ഈ ഹാലിൽ ചെയ്യുന്ന പ്രവർത്തനങ്ങൾ കർത്താവെ അനുഗ്രഹമായി തീരണമെന്ന് പ്രാർത്ഥിക്കുന്നു. അനേക ആത്മാക്കൾ ഇതുമൂലം രക്ഷിക്കപ്പെടാനിടയാകണം പ്രാർത്ഥിക്കുന്നു. എല്ലാം നന്നായി ചെയ്യണം. അവരുടെ കുടുംബത്തെ, അവരുടെ മക്കളെ അല്ലെങ്കിൽ എല്ലാവരെയും ഓർത്ത് സ്തോത്രം ചെയ്യുന്നു. കർത്താവ് സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കൃപ കൂടെ ഇരിക്കണം യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ. ആമേൻ. 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 ദേവദാസിയെ കർത്താവ് സഹായിക്കട്ടെ. താങ്ക് യു.